കർത്താവിന് സ്തോത്രം. ബഹുമാന്യരായ കർത്തൃദാസന്മാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. നമ്മൾ ഇന്നും നാളെയുമായിട്ട് നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ അത് ടോപ്പിക് ബേസ്ഡായിട്ട് എടുക്കാൻ കഴിയും. ആ തലക്കെട്ടിൻ്റെ കീഴിൽ വിഷയത്തെ ഡിവൈഡ് ചെയ്ത നിലയിൽ നമുക്ക് ആ വിഷയം പഠിക്കുവാനായിട്ട് കഴിയും, ധ്യാനിക്കുവാൻ കഴിയും. എന്നാൽ ഞാൻ ആ ഒരു രീതി ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് എടുക്കാതെ ഒരു വേദഭാഗത്തിൽ നിന്നുകൊണ്ട് ആ വിഷയമൊന്ന് ധ്യാനിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വിഷയം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരല്പം കോണ്ടെക്സ്റ്റൂടെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം ഈ വാക്യം നമുക്ക് ഒന്ന് പരിചയപ്പെടുവാൻ. 8-ാം അധ്യായത്തിന് 7-ാം അധ്യായവുമായിട്ട് ബന്ധമുണ്ട്. 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കൂടാര പെരുന്നാളാണ്. ആ പെരുന്നാളിന് യേശു അറ്റൻഡ് ചെയ്യുവാനായിട്ട് പോകുന്നതായിട്ട് 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 10-ാം വാക്യം, 7:10. അവൻ്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്നതുപോലെ പോയി. അപ്പോൾ കർത്താവും ഇത് അറ്റൻഡ് ചെയ്യുവാനായിട്ട് പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് നമ്മൾക്കൊക്കെ വളരെ അറിയാവുന്ന ഒരു പ്രസ്താവന കർത്താവ് നടത്തിയത്. 37-ാം വാക്യത്തിൽ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു വന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പം ഇതൊക്കെ യഹൂദന്മാരുടെ കേൾവിയിൽ കർത്താവ് പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് 7-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പം കൂടാര പെരുന്നാളാണ് വാസ്തവത്തിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ്. കൂടാര പെരുന്നാൾ പൊതുവേ 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം കാണും. ആ പെരുന്നാൾ പൂർത്തീകരിച്ച ശേഷം 8-ാം അധ്യായത്തിൽ ദ നെക്സ്റ്റ് ഡേ, ഇൻഫാക്റ്റ് 8-ാം അധ്യായം എന്ന് പറയുന്നതിനേക്കാൾ 7:53 മുതലാണ് ഈ 8-ാം അധ്യായത്തിൻ്റെ വിഷയം. അങ്ങനെ ഓരോരുത്തൻ താൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് 8-ൻ്റെ ആരംഭം. യേശുവോ ഒലിവ് മലയിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ 7-ാം അധ്യായം 8-ാം അധ്യായമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കൂടാര പെരുന്നാളിന് വന്ന യഹൂദന്മാർ മിക്കവരും കർത്താവിൻ്റെ പ്രസ്താവനകളും പഠിപ്പിക്കലും ശ്രദ്ധിച്ചു കഴിഞ്ഞു. 7-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം മുതൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ആ വിളംബരം എന്ന് പറയുന്നത് കർത്താവ് മെസ്സിയ ആണ് എന്നുള്ളതിന് ഉള്ള ഒരു പ്രഖ്യാപനം കൂടിയാണത്. അപ്പം അങ്ങനെ ഈ പ്രസ്താവനകളൊക്കെ കേട്ട യഹൂദന്മാരുടെ ഇടയിൽ കുറച്ച് കഴിയുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ ജൂയിഷ് ലീഡർഷിപ്പ് കർത്താവിനോട് നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. ആസ് യൂഷ്വൽ
കാരണം കർത്താവിൻ്റെ ക്ലെയിംസ് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ കൂടാര പെരുന്നാളിൽ വെച്ച് കർത്താവിനെ പിടിക്കണം, ഉപദ്രവിക്കണം എന്നൊക്കെ അവർ കണക്ക് കൂട്ടിയതാണ്. പക്ഷേ കർത്താവിൻ്റെ സമയം ആകാഞ്ഞതുകൊണ്ട് അതിനൊന്നും ഇടവരാതെ കർത്താവ് അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 8-ാം അധ്യായത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നെക്സ്റ്റ് ഡേയിൽ കർത്താവ് ആഫ്റ്റർ ദി ഫീസ്റ്റ് ഓഫ് ദ ടാബർനക്കിൾസ് അടുത്ത ദിവസവും അതിരാവിലെ കർത്താവ് വരികയാണ്. തലേ ദിവസം കർത്താവിനെ പിടിക്കുവാനും ഉപദ്രവിക്കാനും ഒക്കെ ആഗ്രഹിച്ചുവെങ്കിലും കർത്താവ് പിന്നെയും ദേവാലയത്തിൽ ശുശ്രൂഷിക്കാൻ പോവുകയാണ്, ടു ടീച്ച് ദ പീപ്പിൾ. എന്നിട്ട് 2-ാം വാക്യത്തിൽ പറയുന്നത് ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്നു എന്നാണ്. അങ്ങനെ ഉള്ള ആ പശ്ചാത്തലത്തിലാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചരിത്രമിവിടെ നടക്കുന്നത്. പാപിനിയായ ഒരു സ്ത്രീയെ പരീശന്മാർ പിടിച്ചുകൊണ്ട് വരുന്നു. കർത്താവ് അവളുടെ പാപത്തെ ക്ഷമിക്കുന്നു. ആ രംഗമാണ് 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് കാണുന്നത്. പാപത്തെ ക്ഷമിക്കാൻ ലോകത്തിൽ ആർക്ക് കഴിയും? Only God can. Jesus is claiming divinity. In fact, ജോൺസ് ഗോസ്പലിൽ മിക്ക പേജുകളിലും ഡിവിനിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് ജോൺസ് ഗോസ്പലിൻ്റെ തീം തന്നെ. 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ വൈ ഡിഡ് ജോൺ റൈറ്റ് ദിസ് ഗോസ്പൽ എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. സോ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ അപ്പോസ്തലനായ യോഹന്നാൻ ഈ 4-ാം സുവിശേഷം എഴുതുവാൻ ഉണ്ടായ കാരണം ഹി വാണ്ട്സ് ടു പ്രൂവ് ബിയോണ്ട് ദ ഷാഡോ ഓഫ് ഡൗട്ട് ദാറ്റ് ജീസസ് ഈസ് ഗോഡ്. ആ കാര്യങ്ങൾ ബോധ്യമാകുന്നവർ യേശുവിൽ വിശ്വസിച്ചാൽ അവർക്ക് കിട്ടുന്നത് നിത്യജീവൻ, അബണ്ടന്റ് ലൈഫ്, എവർലാസ്റ്റിംഗ് ലൈഫ്. അതുകൊണ്ട് എല്ലാ പേജുകളിലും അല്ലെങ്കിൽ എല്ലാ അധ്യായങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ അധ്യായങ്ങളിലും ജീസസിൻ്റെ ഡിവിനിറ്റി പ്രൂവ് ചെയ്യുവാൻ ഇതെഴുതിയ എഴുത്തുകാരൻ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ 7-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വിളംബരം ചെയ്യുമ്പോഴും ജീസസ് ഈസ് ക്ലെയിമിങ് ഡിവിനിറ്റി. 8-ന്റെ ആരംഭത്തിൽ പാപിനിയായ സ്ത്രീയോട് ക്ഷമിക്കുമ്പോഴും ജീസസ് ഈസ് ക്ലെയിമിങ് ഡിവിനിറ്റി. എന്നിട്ട് 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കൂടി വന്നവരോട് കർത്താവ് ഒരു പ്രഭാഷണം നടത്തുകയാണ്. അവിടെയും യേശുവിൻ്റെ ദൈവത്വമാണ്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവൻ ആകും എന്ന് പറഞ്ഞു. ഭൂമിയിൽ മനുഷ്യനായിട്ടുള്ള മറ്റാർക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന്? ഇവിടെയുള്ള സകല മത നേതാക്കന്മാരും എല്ലാം പറയുന്നത് അവിടെ വെളിച്ചമുണ്ട്, ഇവിടെ വെളിച്ചമുണ്ട്, അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോയാൽ ഇങ്ങനെ ചെയ്താൽ എന്നൊക്കെ പറയുന്നു. ജീസസ് ഈസ് ദ ഓൺലി വൺ ഹു സെഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അപ്പം അത് യേശുവിൻ്റെ ദൈവത്വത്തിനുള്ള ക്ലെയിമാണ്. എന്നിട്ട് അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം കൂടെ, ഇതൊരു പ്രസംഗമാണ് കർത്താവിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. പരീശന്മാരത് കേൾക്കുന്നുണ്ട്. കർത്താവ് അവിടെ പറയുന്നത്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. അപ്പം ലോകത്തിൻ്റെ വെളിച്ചത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് പോയാൽ പോരാ, ലോകത്തിൻ്റെ വെളിച്ചമാണ് യേശുക്രിസ്തു എന്ന് ബോധ്യമായാൽ ഈ ലൈറ്റിനെ, ജീസസിനെ അനുഗമിക്കണം. ഫോളോയിങ്, അങ്ങനെ ഫോളോ ചെയ്താൽ ഉണ്ടാകുന്ന റിസൾട്ടാണ് ദാറ്റ് പേഴ്സൺ വിൽ നെവർ വാക്ക് ഇൻ ഡാർക്ക്നെസ്, അഥവാ പാപത്തിൽ പിന്നെ തുടർമാനമായി നടക്കുകയില്ല. അപ്പോൾ ലൈഫ് ചേഞ്ചിങ് ആണ് ജീസസുമായിട്ടുള്ള എൻകൗണ്ടർ എന്നുള്ളത് വളരെ ശക്തിയോടെ പറയുന്ന ഒരു വാക്കാണ്. ഈ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ സൂര്യപ്രകാശം പോലെ ഉള്ള അക്ഷരികമായ ഒരു വെളിച്ചമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ 1:4 വരുമ്പോൾ നിങ്ങൾ ജോൺസ് ഗോസ്പൽ പഠിച്ചാൽ ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് തന്നെ ഒരു തീമാണ് ജോൺസ് ഗോസ്പലിലെ. ഇപ്പം ജോൺ 1:4 അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പം എന്താ വെളിച്ചം? ലൈഫാണ് വെളിച്ചം. ദ ലൈഫ് ദാറ്റ് വാസ് ഇൻ ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് മെൻ.
അപ്പം ആ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ അനുഗമിച്ചാൽ അനുഗമിക്കുന്ന ആളുകളിലും ഡാർക്ക്നെസ്സിനെ ഓവർകം ചെയ്ത് അവരും ലൈറ്റ് മാനിഫെസ്റ്റ് ചെയ്യും. അതാണ് കർത്താവ് പിന്നീട് പറയുന്നത്, ശിഷ്യന്മാരോട് പറയുന്നത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. See, Jesus ആദ്യം പറഞ്ഞത് I am the light of the world. Then he is telling the disciples in Matthew chapter 5, I think 13 and 14th verse, you are the light of the world. അപ്പോൾ അങ്ങനെ ലൈഫ് ട്രാൻസ്ഫോമിങ് ഒരു വലിയ പ്രക്രിയ കർത്താവിനെ അനുഗമിക്കുന്നവരിൽ നടക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പക്ഷേ യേശു ഇങ്ങനെയൊക്കെ പറഞ്ഞു. 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ 13-ാം വാക്യത്തിൽ ദ ഫാരിസീസ് ആർ റിജക്റ്റിംഗ് whatever Jesus said. അവർ യേശുവിനെ ചലഞ്ച് ചെയ്യുകയാണ്. ഇത് നീ നിൻ്റെ സാക്ഷ്യം തന്നെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ ചലഞ്ച് ചെയ്യുകയാണ്. ജീസസ് അവരുടെ ചലഞ്ച് അങ്ങനെ ചെയ്തപ്പോൾ ജീസസ് ന്യായമായ പ്രൂഫ് കൊടുക്കുകയാണ് 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ. that whatever he claimed is the truth എന്നുള്ളത് കർത്താവ് അവരോട് പറയുകയാണ്. എന്നിട്ടാണ് 21-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം 21-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ പ്രയോഗം ശ്രദ്ധിക്കണം. അവൻ പിന്നെയും അവരോട്. ആ ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ 20 വരെയുള്ള വാക്യം കഴിഞ്ഞിട്ട് there was a break. എത്ര നേരം ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയത്തില്ല. എന്നിട്ട് രണ്ടാമത് യേശു പറയുന്ന ഒരു രംഗമാണ് പിന്നെയും. ആദ്യം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ ആ പ്രസംഗം കഴിഞ്ഞ ശേഷം there was a break. How long we don't know. എന്നിട്ട് കർത്താവ് നേരത്തെ അവരോട് പറഞ്ഞ പല കാര്യങ്ങൾ പിന്നെയും പറയുകയാണ്. യേശു പിന്നെയും അവരോട് എന്താണ് യേശു പറയുന്നത്? ഞാൻ പോകുന്നു. ആ 21-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് പറയുന്നത് ഞാൻ പോകുന്നു. എവിടെ പോകുന്നു? അത് മനസ്സിലാക്കണമെങ്കിൽ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഞാനതാണ് പറഞ്ഞ 7ഉം 8ഉം വാക്യം തമ്മിൽ വളരെ കണക്റ്റഡാണ്. 7-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, യേശുവോ ഞാൻ ഇനി കുറേ നേരം നിങ്ങളോട് കൂടെ ഇരിക്കുന്നു, പിന്നെ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. അപ്പം ഇത് കർത്താവ് പലപ്പോഴും അവിശ്വാസികളോടും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയും ജോൺസ് ഗോസ്പൽ പഠിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണെന്ന്. കാരണം ഞാൻ പോയാൽ കാര്യസ്ഥനാം പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. എന്നാൽ ഇവരോട് ആ നിലയിലല്ല പറയുന്നത്. ഞാൻ പോകുന്നു എന്ന് കർത്താവ് അർത്ഥമാക്കുന്നത് എന്നെ അയച്ചവൻ്റെ അടുക്കലേക്ക്. അയച്ചതാരാ? അയച്ചത് പിതാവാം ദൈവമാണ്. 6-ാം അധ്യായത്തിലൊക്കെ നമുക്കത് വളരെ ക്ലിയറാണ്. അങ്ങനെയാണെങ്കിൽ അയച്ചവൻ്റെ അടുക്കലേക്കാണ് പോകുന്നതെങ്കിൽ അയച്ചവൻ പിതാവാണ്. പിതാവ് എവിടെയാണ്? സ്വർഗത്തിലാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നൊക്കെയല്ലേ പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിച്ചത് കർത്താവ്. അങ്ങനെയാണെങ്കിൽ യേശു പറയാണ് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ലളിതമായി പറഞ്ഞാൽ ഹി ഈസ് ടെല്ലിങ് ദ ജ്യൂസ് ഐ ആം ഗോയിങ് ടു ഹെവൻ. എന്നിട്ട് നിങ്ങൾ എന്നെ അന്വേഷിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വിഷയത്തിലേക്ക് നമ്മുടെ അടുത്ത് വരാൻ വേണ്ടി ഞാൻ ആ വാക്യം ഒന്ന് എക്സ്പോസ് ചെയ്യുകയാണ്. നമ്മുടെ ആളുകൾ വരുമ്പോൾ ഒന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട, ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി. 21-ാം വാക്യം, അവൻ പിന്നെയും അവരോട് ഞാൻ പോകുന്നു. പോകുന്നത് കർത്താവിനെ അയച്ച പിതാവിൻ്റെ അടുക്കിലേക്ക്, വിച്ച് മീൻസ് ജീസസ് ഈസ് സേയിങ് ഐ ആം ഗോയിങ് ടു ഹെവൻ. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ശ്രദ്ധിക്കുക, പോയി കഴിഞ്ഞിട്ട് ഇവരന്വേഷിച്ചാൽ ഗുണമുണ്ടോ? ഞാനുള്ള ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ റിജക്റ്റ് ചെയ്തു. ഞാൻ പോയി കഴിഞ്ഞേച്ച് യു വിൽ കണ്ടിന്യൂ ടു സെർച്ച് ഫോർ മീ. അപ്പം ഇവിടുത്തെ ഒരു വലിയ ദൂത് എന്താണെന്നറിയാമോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഗോഡ് അലോട്ട്സ് ടൈം.
അത് നമ്മൾ മനസ്സിലാക്കി മുതലെടുത്തില്ലെങ്കിൽ ആ ടൈം പീരീഡ് ദൈവം അലോട്ട് ചെയ്തത് തീരും. ജ്യൂസിൻ്റെ ഇടയിൽ കർത്താവ് വന്ന് സംശയം കൂടാതെ അവിടുന്ന് മസ്സായയാണ് എന്നുള്ളത് വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും തെളിയിച്ചിട്ട് they chose not to believe in him. ശരിക്കും കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും അവരൊന്ന് വിലയിരുത്തിയതായിരുന്നെങ്കിൽ ജീസസ് ഈസ് ദ മസ്സായ എന്നുള്ളത് അവർക്ക് മനസ്സിലായേനെ. പക്ഷേ ബോധപൂർവം മനഃപൂർവമായി ജീസസിൻ്റെ ഡിവിനിറ്റിയെ തള്ളിക്കളയുവാനാണ് അവർ തിരഞ്ഞെടുത്തത്. ജീസസ് പറയുകയാണ്, ആ വാക്കുകൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്നെ അന്വേഷിക്കും. ആഫ്റ്റർ ഐ ആം ഗോൺ ടു ഹെവൻ എന്ന് പറഞ്ഞാൽ ക്രൂശ് മരണം വഴിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഐ ആം ഗോയിങ് ടു മൈ ഫാദർ, ഐ ആം ഗോയിങ് ടു ഹെവൻ, നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഉള്ളവരും ലൈവായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഞാൻ പറയാം, ആത്മീക കാര്യം വെച്ച് താമസിക്കരുത്. നാളെ ആകട്ടെ, ഓക്കെ, ടൈമുണ്ടല്ലോ. നോ, ടൈം വിൽ ക്വിക്ക്ലി റൺ ഔട്ട്. എന്നാണ് നമ്മുടെ ലാസ്റ്റ് എന്നുള്ളത് നമുക്കറിയില്ല. See, Jesus gave about 3.5 years for the Jews to understand him, and he did so many miracles and deeds and spoke God's word. But they chose in their rebellion to refuse to believe in the Messiah. Praise the Lord. ആ അബദ്ധം നമുക്ക് പറ്റരുത്. Let me put it this way. ഞാൻ പറഞ്ഞ കൂടാര പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ ജെറുസലേം പള്ളിയിൽ വന്ന മതഭക്തരാണിവർ. They are not ordinary people, very religious people. അവരെന്തുകൊണ്ട് യേശുവിനെ തിരസ്കരിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? Because they felt that they are righteous before God. അതുകൊണ്ട് അവർ തിരഞ്ഞെടുക്കുകയാണ് ജീസസിൻ്റെ ക്ലെയിംസിനെ തള്ളിക്കളയാൻ. സ്പിരിച്വൽ പ്രൈഡ് എന്ന വലിയ ബന്ധനമായിരുന്നവർക്ക്, സെൽഫ് റൈച്ചസ്നെസ് എന്ന ബന്ധനമായിരുന്നവർക്ക്. അതൊരു മാരകമായ വിഷയമാകട്ടോ. നമ്മുടെ കണ്ണ് പലപ്പോഴും വെളിപ്പാട് കാണാതെ വണ്ണം മറയ്ക്കുന്നത് ആത്മീക നിഗളവും സ്വയനീതി എന്ന പരീശഭക്തിയാണ്. Therefore we cannot see the revelation of God. ഇന്നും ഇത് തന്നെയാണ് പറ്റുന്നത്. Praise the Lord. See, ജീസസ് അവരുടെ മുൻപിൽ, സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ അവരുടെ മുൻപിൽ സംസാരിക്കുന്നു, ക്രിയകൾ ചെയ്യുന്നു. And they didn't believe. നിങ്ങൾ അന്തം വിടും. ഇവർക്ക് വചനം ശരിക്കറിയാവുന്നവരാ. ലെറ്റ് മീ ഷോ യു എ വേഴ്സ്. എൻ്റെ പ്രധാന വിഷയമല്ലെങ്കിലും 5-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ 39-ാം വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. അപ്പം കർത്താവ് തന്നെ അവർക്ക് റിമാർക്ക് പറയുകയാണ്, യു ആർ ഡിലിജൻ്റ്ലി സ്റ്റഡിയിങ് ദ സ്ക്രിപ്റ്റേഴ്സ് എന്നാ. ചില കമൻറ്റേറ്റേഴ്സ് അവരെക്കുറിച്ച് പറയുന്നത് തലമുടി നാര് എടുത്താൽ അവരെ നാലായി കീറും, അങ്ങനെ വ്യാഖ്യാനിച്ച് കളി. See, Jesus himself is saying that you guys study the scriptures. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. 40-ാം വാക്യം. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ ഈ ബൈബിളെല്ലാം കൂടെ ഭയങ്കര പഠിക്കുക, ഈ ബൈബിളിലെല്ലാം പറയാനുള്ളത് എന്നെക്കുറിച്ചാണ് യേശു പറഞ്ഞു.
നിങ്ങൾ ചിന്തിക്കുന്ന ഈ ബൈബിളെല്ലാം കൂടെ പഠിച്ച് അരച്ച് കലക്ക് കുടിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇതെല്ലാം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടുമെന്ന്. നോ. നിത്യജീവൻ വേണോ? ജീസസിൻ്റെ വെളിപ്പാടാണ്. യു ഗോട്ട് ടു കം ടു ജീസസ്. അപ്പോൾ ഈ വാക്യത്തിൽ ഞാനൊരു കാര്യം പറയാം. ഈവൻ ദി ഓൾഡ് ടെസ്റ്റമെൻ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ജീസസ്. അത് വളരെ ക്ലിയറായിട്ട് നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം 40-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ താഴെയോട്ട് 46-ാം വാക്യം, നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? മോസസ് റോട്ട് അബൌട്ട് മീ. ക്യാൻ യു ബിലീവ് ദിസ്? ഈ 66 പുസ്തകത്തിന് പ്രസൻറ്റ് ചെയ്യാനുള്ളത് ജീസസ് ക്രൈസ്റ്റ്. നിത്യജീവൻ നിങ്ങൾക്ക് വേണോ? യു ഗോട്ട് ടു ഹാവ് ജീസസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവർ ഭയങ്കര മതഭക്തരും ഭയങ്കര പണ്ഡിത സ്കോളേഴ്സാണ്. നമുക്ക് മനസ്സിലാവുന്നൊരു ഭാഷ പറഞ്ഞാൽ ഈ റവറൻഡ് ഡോക്ടർ, they are scholars but they don't have life and they chose to reject Jesus. ആത്മീക നിഗളവും സ്വയനീതി മാരകമാണ്. യേശു പറയാ, I am going. ഇത്രയും നാളും I was with you. The time has now come. I am going. നിങ്ങൾ എന്നെ അന്വേഷിക്കും. 21-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി നിങ്ങൾ എന്നെ അന്വേഷിക്കും. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും. നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. പ്ലീസ് ലിസൺ ടു മീ. ആരാണിവർ? ദേ ആർ വെരി വെരി റിലീജിയസ് പീപ്പിൾ. എന്താണ് ജീസസ് അവരോട് പറയുന്നത്? I am going. Where are you going? To where the Father is, to the Father in heaven. ഇപ്പം പറയാ, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാനൊക്കത്തില്ല. വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന ടീമല്ല. See that? അതിൻ്റെ കാരണമോട് പറഞ്ഞു, you are going to die in your sin. ഇത് നമ്മളെ അലേർട്ട് ചെയ്യണം. മതഭക്തരായതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. ഇവർ ഭയങ്കര റിലീജിയസ് ആളുകളാണ്. ദൈവവചനം പഠിക്കുന്നവരും തലേ ദിവസം കൂടാരപ്പെരുന്നാളിന് പോയവരും. കൂടാരപ്പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, ദൈവത്തെ ആരാധിക്കാനായിട്ടാണ്. വർഷം തോറും അവർ ആ പെരുന്നാൾ ആചരിക്കുന്നത് അവരുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ ദൈവം നടത്തിയതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് ആരാധന കഴിക്കാൻ വേണ്ടി പോകുന്നവരാണ്. And Jesus is telling them, you guys are not going to heaven. വലിയ പള്ളി കയറി നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറയണമെങ്കിൽ ജീസസിൻ്റെ സ്പിരിറ്റുള്ളവർക്കേ കഴിയത്തുള്ളൂ. ജീസസ് is straight forward. ജീസസിന് യാതൊരു ഭംഗിവാക്കുമില്ല. സ്തോത്രം. He has the authority to say whether you'll go to heaven or not. And here he says, you guys are not going to heaven. സ്തോത്രം. ഇനി ആ വാക്യം പിന്നെയും നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്യണം. ഒന്ന് ക്ലോസറായിട്ട് ഒന്ന് നോക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ 1-2 സൂചനകൾ തരാം. നോക്കിയേ. This is as blunt as you can get with unbelievers. ഇന്നൊരു അൺബിലീവറിനോട് ആത്മനിയോഗത്താൽ, കളിയാക്കാനല്ലേ, ആത്മനിയോഗത്താൽ ഇതുപോലുള്ളൊരു വാക്ക് പറഞ്ഞാൽ എന്തു പറയും? പരിജ്ഞാനമില്ലാത്ത ആളുകൾ അല്ലേ? ജീസസിൻ്റെ വാക്കുകളൊക്കെ നിങ്ങൾ നോക്കിയേ. ഈ സുവിശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജീസസ് ഈസ് ടെല്ലിങ് സംബഡി, യു ഗൈസ് ആർ നോട്ട് ഗോയിങ് ടു ഹെവൻ. ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ കാലഘട്ടത്തിലെ ഈ ഫോൾസ് പ്രീച്ചേഴ്സും ഈ പ്രോഫറ്റ്സും ഇവരൊക്കെ ഇങ്ങനത്തെ ഒരു സുവിശേഷമാണോ പറയുന്നത്? ദയവായി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടിക്കോട്ടെ. പലയിടങ്ങളിൽ, എല്ലായിടത്തുമല്ല, പലയിടങ്ങളിൽ സ്പിരിച്വൽ എൻ്റർടൈൻമെൻ്റ് ആണ് നടക്കുന്നത്.
ജീസസ് അങ്ങനെ ഒരു സുവിശേഷം പറഞ്ഞില്ല. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്. ആൻഡ് ഐ ബിലീവ് ജീസസ് ലവ്ഡ് ദം. അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ബ്ലണ്ടായിട്ട് അവരുടെ ആത്മീയതയെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പക്ഷേ ഇന്നും അന്നും ആളുകൾക്ക് ഇങ്ങനെയുള്ള ഡയറക്റ്റ് കാര്യം കേൾക്കാൻ ഇഷ്ടമല്ല. ഭൗതിക കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൂടെ പറയുമ്പോൾ എന്തൊരു ത്രില്ലിംഗ് ആണെന്നറിയാം ആളുകൾ. And I will tell you, most of what you see, all these revivals, many of them false revivals ആണ്. ഈ പല കയ്യടികൾ പോലും സോളിഷാണ്. It's not spiritual. അപ്പോൾ നിങ്ങൾ ചോദിക്കും, how do you know that? Very easy. ഈ കൈയടിക്കുന്നതിലും ഈ ത്രില്ലിങ് കാണിക്കുന്ന ആളുകളുടെ സ്വഭാവം മാറുന്നുണ്ടോ യോഗം കഴിഞ്ഞ്? ഇല്ല. നൈമിഷികമായി അവിടെ ഇരുന്നപ്പോൾ കിട്ടാൻ പോകുന്ന ഏതോ ഭൗതിക കാര്യത്തിൽ വന്ന ഒരു ത്രില്ലിംഗ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് ഇമോഷൻ. സ്വഭാവം മാറുകയായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു ആത്മപ്രവൃത്തി നടന്നു. നമ്മളിത് തിരിച്ചറിയണം. സ്തോത്രം. ഒരു മേക്ക് ബിലീവ് വേൾഡിലാണ് ഈ പ്രീച്ചേഴ്സ് പലരും. എല്ലാവരും അല്ലേ? എല്ലാ പ്രവാചകന്മാരും കള്ളപ്രവാചകനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? പക്ഷേ പല പ്രവാചകന്മാരും പല ഈ പ്രീച്ചേഴ്സും ടീച്ചേഴ്സും ഒക്കെ ഒരു മേക്ക് ബിലീവ് വേൾഡ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മളെ ധരിപ്പിക്കുകയാണ് ഇറ്റ്സ് ഓൾ ഓക്കെ. ബ്രദറൻ, ഇറ്റ് ഈസ് നോട്ട് ഓക്കെ. മതപരമായ ചടങ്ങുകൾ കൊണ്ടും ഒരു റിലീജിയസ് ഫോം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് നിത്യതയിൽ ദൈവത്തോടു കൂടി ആയിരിക്കാൻ സാധ്യമല്ല. ഇവർ ഭയങ്കര ഭക്തരാണ്, പക്ഷെ അവരുടെ ഭക്തി എക്സ്റ്റേണൽ ഭക്തിയാണ്. അതെങ്ങും നമ്മളെ എത്തിക്കത്തില്ല. ദാറ്റ്സ് ഹിപ്പോക്രസി. പ്രൈസ് ദി ലോർഡ്. ജീസസ് വന്നത് നമ്മുടെ അകത്തെ മാറ്റിമറിക്കാനാണ്. To give us a new heart, to make us new creation. Praise the Lord. അതുകൊണ്ട് നമ്മൾ it's good to hear many preachers and prophets and all this. പക്ഷേ ഈ സ്പിരിച്വൽ എൻ്റർടൈൻമെൻറ്റും ക്രൗഡിനെ ഈ സൂപ്പർഫിഷ്യലായിട്ട് ഒരു മണ്ഡലത്തിലൊക്കെ ആക്കുമ്പോൾ അതിനെ വിവേചിച്ചറിയണം. You must discern even the preaching and the preachers. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തെറ്റ് പറ്റാതെ ജീവിതത്തെ സൂക്ഷിച്ച് മുന്നേറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. സ്തോത്രം. ഇനിയും ആ 21-ാം വാക്യം കുറച്ചുകൂടെ ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് ശ്രദ്ധ ചെയ്യും. ഞാനവിടെ കാണുന്നത് 3 തരത്തിലുള്ള മരണമാണ്. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ പോകുന്നു എന്നർത്ഥം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. അപ്പോൾ അവിടെ മരണമെന്ന വാക്ക്, പാപത്തിൽ മരിക്കും. മരിക്കുമെന്ന് പറയുന്നത് ഫിസിക്കൽ ഡെത്താണ്. പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, പാപത്തിലല്ലേ മരിക്കുന്നത്. പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്പിരിച്വലി മരിക്കുന്നു, അല്ലെങ്കിൽ മരിച്ചവരാണ്. അപ്പോൾ അവിടെ തന്നെ 2 മരണമുണ്ട്. എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇറ്റേണൽ ഡെത്ത്. കർത്താവ് ഒന്നും സ്വർഗത്തില്ല, നിങ്ങൾ അങ്ങോട്ട് വരുന്നവരല്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പം 3 മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ശാരീരിക മരണമുണ്ട്, ആത്മീക മരണമുണ്ട്, നിത്യമരണമുണ്ട്. ആ വാക്യത്തിൻ്റെ അർത്ഥം, ശാരീരിക മരണം നടക്കുമ്പോൾ നിങ്ങൾ ആത്മീകമായി മരിച്ചവരാണെങ്കിൽ നിങ്ങൾ നിത്യമരണത്തിലായിരിക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്.
നമുക്കത് ഓരോന്നും ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ അതിനാണ് ഈ ടെക്സ്റ്റ് എടുത്തത്. കാരണം ഈ ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് കുറച്ച് ഗൗരവമേറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ശാരീരിക മരണം, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഫിസിക്കൽ ഡെത്ത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും മരിക്കുമെന്നുള്ളത് നമുക്കറിയാമെങ്കിലും അതങ്ങനെ ചിന്തിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ചാവും. we go to die. അതുകൊണ്ട് എന്താണ് ഡെത്ത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കിയും ബിബ്ലിക്കലി മനസ്സിലാക്കിയിട്ട് ശരിക്കും നമ്മൾ തയ്യാറാകണം. അല്ലെങ്കിൽ നിത്യത നഷ്ടപ്പെടും. താനറ്റോസ് എന്ന പ്രയോഗമാണ് ഗ്രീക്കില് ഡെത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം. അവിടെ നിന്നാണ് താനറ്റോളജി അല്ലെങ്കിൽ ദ സ്റ്റഡി അബൌട്ട് ഡെത്ത് എന്ന ആ ഒരു വിഭാഗം, ആ വിഭാഗത്തിൻ്റെ പേര് താനറ്റോളജി എന്ന പേര് വന്നിരിക്കുന്നത്. എന്താണ് മരണം? ലളിതമായി പറയാം. നമ്മുടെ അസൽ മനുഷ്യനാകുന്ന നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതാണ് മരണം. വേർപാടാണ് മരണം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 26-ാം സഭാപ്രസംഗി 12:7. ഡെത്ത് ഇസ് സെപ്പറേഷൻ ഓഫ് ദ സ്പിരിറ്റ് ഫ്രം ബോഡി. ഭൗമഭവനം, നമ്മുടെ ഒരു വീടാണ് ഈ ബോഡി. ആക്ച്വലി നമ്മൾ ഈ പുറത്ത് നോക്കുമ്പോൾ, നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ ശരീരം കാണാം. ശരീരമല്ല റിയൽ പേഴ്സൺ. നമ്മുടെ അകത്ത്, നമ്മൾ ഈ ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ താമസിക്കുക. അപ്പോൾ ദൈവം അലോട്ട് ചെയ്ത ഒരു സമയത്ത് ഈ ശരീരത്തിനകത്ത് നിന്ന് നമ്മുടെ ആത്മാവ് പുറത്തു വരുന്നതാണ് ഡെത്ത്. വി ആർ സ്പിരിറ്റ് ബീയിങ് പുട്ട് ഇൻ എ ബോഡി. പ്രൈസ് ദി ലോർഡ്. അതാണ് ഡെത്ത്. അപ്പം ഡെത്ത് സംഭവിക്കുമ്പോൾ ഓർത്തോണം, ഡെത്ത് ഡസ് നോട്ട് മീൻ സെസേഷൻ ഓഫ് ലൈഫ്. ലൈഫ് ഗോസ് ഓൺ. ഇപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മരിക്കുന്നു പറഞ്ഞാൽ എന്താ? എൻ്റെ ഈ വീട്ടിനകത്തുനിന്ന് ഞാൻ ഇറങ്ങി വരുന്നു, പക്ഷെ ഞാൻ പിന്നെ ഉണ്ട്. നിങ്ങളെൻ്റെ ബോഡി കൊണ്ടുപോയി കുഴിച്ചിടുന്നു, എൻ്റെ ഈ വീട് കൊണ്ടുപോയി കുഴിച്ചിടുന്നു. നാളെ ദൈവം അനുവദിച്ച റിസറക്ഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ബട്ട് ആള് തീരുന്നില്ല. സ്തോത്രം. ആള് പിന്നെയും ജീവിക്കുകയാണ്. ഇപ്പം ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസിൻ്റെ ഒരു പ്രസ്താവന, ഞാനോ ഇപ്പോൾ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. നിര്യാണകാലം എങ്ങനെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്? മൈ ഡിപ്പാർച്ചർ എന്ന, അല്ലേ? ക്യാൻ സംബഡി റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് പ്ലീസ്? 2 Timothy chapter 4 and verse 6. My life is being given as an offering to God, and the time has come for me to leave this life. Yeah, for me to leave എന്നാണ് ആ ട്രാൻസ്ലേഷൻ. വേറെ എഴുത് ഡിപ്പാർച്ചർ. മൂലഭാഷയിൽ അനാലിസിസ് എന്നൊരു പ്രയോഗമാണ്. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? കെട്ടപ്പെട്ട ഒരു സ്ലൈവിനെ ഒരാൾ വില കൊടുത്ത് മേടിച്ചേച്ച് സ്വതന്ത്രമായി ജീവിക്കാൻ അഴിച്ചു വിടുന്നു. അവൻ ആൾ തീരുകയല്ല, അടുത്ത ലൈഫ് അവനെ, ലിബർട്ടിയുടെ ലൈഫിലേക്ക് അവനെ വിടുന്ന ഒരു പ്രയോഗമാണ്. അല്ല, വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരു ഹാർബറിൽ വടങ്ങളെല്ലാം, അന്നത്തെ കാലത്ത് അങ്ങനെ വടങ്ങളെല്ലാം കൂടെ വലിച്ചു കിട്ടി ഒരു ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോട്ട് പിടിച്ചു കിട്ടിയിരിക്കുന്നു. അടുത്ത ഹാർബറിലേക്ക് പോകാൻ സമയം വരുമ്പോൾ ഈ വടമെല്ലാം കൂടി, കയറെല്ലാം കൂടി അഴിച്ചു വിടുമ്പോൾ അടുത്ത തുറമുഖത്തേക്കത് യാത്ര ചെയ്യുക. ആ വാക്കാണ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ തീരുകല്ല. ആള് നമ്മളാലും മരിച്ചു കഴിഞ്ഞാൽ തീരുകല്ല. നമ്മുടെ അപ്പച്ചനും അമ്മച്ചൊക്കെ അപ്പച്ചൻ തീർന്നു, അപ്പച്ചൻ തീരത്തില്ല, അമ്മച്ചി തീരത്തില്ല.
കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ ഐ കാൻ എക്സ്പ്ലെയിൻ ദ ലോസ്. വൻ നഷ്ടമെന്നോ വൻ പരാജയമെന്നൊക്കെയുള്ള വാക്കുകൾ എത്രമാത്രം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ടോട്ടൽ ലോസ്, ഇറ്റ്സ് മിസറി. നമ്മുടെ ജീവിതത്തെ ഡോണ്ട് പ്ലേ ദ ഫൂൾ വിത്ത് യുവർ ലൈഫ് യങ് പീപ്പിൾ. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ശാരീരിക മരണം എല്ലാവർക്കുമുണ്ട്. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം പറയുന്നത് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക്. അപ്പോൾ ഇറ്റ്സ് എ ഡിവൈൻ അപ്പോയിൻമെന്റ് ദാറ്റ് മാൻ മസ്റ്റ് ഡൈ. എല്ലാവരും മരിക്കും. Irrespective of caste or creed or religion, you will die. നമുക്കെല്ലാം അറിയാമെന്ന കർത്താവ് പഠിപ്പിച്ച ഒരു സംഭവ കഥയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിൻ്റെ 22-23 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ദ പുവർ മാൻ ഡൈഡ്, ദ ബെഗർ ഡൈഡ്, ദ റിച്ച് മാൻ ഓൾസോ ഡൈഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എങ്ങനെയാണേലും മരിക്കും. സെക്യുലർ വിദ്യാഭ്യാസം എത്രയൊക്കെ വലുതാണ്, വലിയ ആളും മരിക്കും, അല്ലാത്തവരും മരിക്കും. See, death is for everyone. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് 3 മരണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ വച്ചിട്ട് ശാരീരിക മരണം എന്ന വിഷയം, അതിൻ്റെ ഗൗരവം ഇന്ന് രാത്രി നമ്മൾ അറിയണം. തിരക്കേറിയ പട്ടണത്തിൽ നമുക്ക് ശാരീരിക മരണം പോയിട്ട് നമുക്കിവിടെ ഒന്നും ചിന്തിക്കാൻ നേരമില്ല, അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പ്രിയ സഹോദരിയോട് പറഞ്ഞ പോലെ അതാ ഏറ്റവും വലിയൊരു കേട്ട്. നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കും. ഞാൻ ചിന്തിക്കുന്ന ആളാണ്. ഞാനും ഭാര്യയും കൂടി ഇക്കാര്യം ഡിസ്കസ് ചെയ്യുന്നതിനാണ്. മരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മളിൽ ആരായിരിക്കും ആദ്യം പോകുന്നത്? കാരണം അല്ല നമുക്കത്, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊരു റിയൽ ഐഡിയ ദൈവവചനത്തിലൂടെ നമുക്കില്ലെങ്കിൽ നമുക്കത് ഒരു ബന്ധപ്പെട്ട ആൾ മരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഷോക്കുണ്ടാകും. ഒത്തിരി പ്രോബ്ലംസ് അതിനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടാകും. വി മസ്റ്റ് നോ വാട്ട് ഈസ് ഡെത്ത്. കാരണം ഇത് നമ്മളെല്ലാം ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. എവ്രി വൺ ഓഫ് us വിൽ ഡൈ. പക്ഷേ ഞാനൊരു അത്ഭുതം മനസ്സിലാക്കി. എനിക്ക് പലപ്പോഴും എന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, എല്ലാവർക്കും അറിയാം എല്ലാവരും മരിക്കുമെന്ന്, പക്ഷെ somehow people are not serious about it. ബാക്കി നിങ്ങൾ ഏത് കാര്യം പറ, കുഞ്ഞുങ്ങളുടെ സ്കൂളൊന്ന് മാറണം, അയ്യോ നെറ്റിൽ കയറി തപ്പി ഏതാണ്ട് ഭയങ്കര എന്താ ലോകം അവസാനിക്കുന്ന ഇതില്ല, അയ്യോ അത് മറ്റേതങ്ങനെ അവിടുത്തെ ഫാക്കൽറ്റികളിൽ ഇതിങ്ങനെ ഭയങ്കര വിഷയം. ഐ ടെൽ യു, എന്തുവാ അതിനകത്ത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ എന്തോ സീരിയസ് ആണ് നമ്മളെന്നറിയാമോ? അല്ലേ, ഒരു അസുഖം വന്നോ, ഹോസ്പിറ്റൽ അപ്പോൾ ഏത് ഹോസ്പിറ്റൽ, അത് നെറ്റിൽ കയറും. നെറ്റാന്നല്ലേ ഇന്നേ, എല്ലാം കയറി അവിടെ എങ്ങനെ വേണം, ഭാര്യ വിളിച്ചാൽ ഒക്കും, എന്തോ വിളിച്ചാൽ ഒക്കും. ഇതൊക്കെയാണ്. നമ്മൾ മരിക്കാൻ പോവുക, പക്ഷേ ഇതിനെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയയും ഇല്ല, ആരും ചിന്തിക്കാറുമില്ല. പീപ്പിൾ ആർ നോട്ട് സീരിയസ്. നിങ്ങൾ ഏത് സ്പിരിച്വൽ കാര്യം ചിന്തിച്ചോ, പീപ്പിൾ ആർ നോട്ട് സീരിയസ്. സെക്യുലർ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തീരുമാനമെടുക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ കാര്യത്തിൽ നമ്മൾ അത്രമാത്രം ഐ ഡൗട്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസ് ഗോഡ് ഫോർ യു. സോ മരണത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. റോമാലേഖനം 5:12 പറയുന്നത് ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിൽ ഈ മരണം ഇല്ലായിരുന്നു. മരണം എങ്ങനെയാണ് വന്നത്? പാപം നിമിത്തമാണ് മരണം ലോകത്തിൽ വന്നത്. came as a result of man's sin. Praise the Lord. സങ്കീർത്തനം 90:10. അത് നിങ്ങൾ അത്തറ്റം വരെ ബൈബിൾ ഒന്ന് തിരിക്കണം. മോശയുടെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ അവിടെ കാണുന്നത്. 90:10. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും. കേട്ടോ, അത്
യങ്ങായിട്ടുള്ളവരൊക്കെ ഓർക്കണം, യങ്ങായിട്ടുള്ളവർക്കൊക്കെ ഐ എം ജസ്റ്റ് 20, പ്രൈസ് ദി ലോർഡ്, ഇനി കുറച്ചുകൂടെ ഇത്തിരി കഴിഞ്ഞിട്ടേ മരിക്കുകയുള്ളൂ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. 80 എന്നൊക്കെ ഉള്ളത് ഒരു ജനറൽ കേസാണ്. ആർക്കും എപ്പോൾ വേണേ പോകാം. ഇനി ഈ 80 വയസ്സ് വരെ ആണെങ്കിലും വേദപുസ്തകം പറയുന്നത്, മോസസ് പറയുന്നത്, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. 80 വയസ്സ് വരെ ജീവിക്കുകയാണെന്ന് ഇരിക്കട്ടെ. 80 വയസ്സ് എത്ര? ഗുണം 365, 29,200 ദിവസം. ഇതാണ് ദീർഘായുസ്സെന്ന് നമ്മളീ പറയുന്നത്. 40 വയസ്സ് കഴിഞ്ഞോ? 14,600 ദിവസം കഴിഞ്ഞു. ഇറ്റ്സ് ദ ട്രൂത്ത്. ഇതിനകത്ത് ഞാനൊരു പ്രത്യേക ഏതാണ്ട് ഗ്രീക്കോ ഹിബ്രുവോ ഒക്കെ പിടിച്ച് ഒന്നുമില്ല. 60 കഴിഞ്ഞോ? 70 ആയോ? സിമ്പിളായിട്ട് ഞാൻ പറയാം, കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ള മാമേ. കണ്ടോ, അതിനും നിങ്ങൾ ചിരിച്ചു. എന്തുകൊണ്ടോ? പീപ്പിൾ ആർ നോട്ട് സീരിയസ്. ഇറ്റ്സ് ദ ട്രൂത്ത്. ബൈബിളല്ലേ ഈ പറഞ്ഞേ. ഇനി ചിലർക്ക് ദൈവം 90 വരെയൊക്കെ ജീവിക്കാൻ അവസരം കൊടുക്കുന്നു. എനിക്ക് 92-ാം വയസ്സിൽ സ്നാനപ്പെട്ട ഒരു അമ്മച്ചി അറിയാം. ആൻഡ് ഷീ പാസ്ഡ് അവേ ആഫ്റ്റർ ഐ തിങ്ക് എ ഇയർ ഓർ സംതിങ്. ഷീ പാസ്ഡ് അവേ. 92-ലാണ് സ്നാനപ്പെട്ടത്. ഓക്കെ. ചിലർ 99 അല്ലെ 100. ഓക്കെ, 100 പിടി. എന്നാലും മരിക്കത്തില്ലേ? ഏത് ആശുപത്രി പോയാലും. സ്തോത്രം. ചിലരുടെ ഒരു വലിയ ആശ്വാസമാണ്, ഞങ്ങളുടെ വീട് സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ അടുത്താണ്, അതുകൊണ്ട് എന്തുവാ അത്? സോ വാട്ട് അബൌട്ട് ദാറ്റ്? സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ അടുത്ത് നിങ്ങൾ വില കുറച്ചുകൂടെ കൂടുതൽ കൊടുത്ത് മേടിച്ചു. ഓക്കെ, അതിന് റിയൽ എസ്റ്റേറ്റ് വാല്യൂ കാണും, നിങ്ങൾ വിറ്റാൽ അത്രയും. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ജീവനൊന്നും രക്ഷിക്കാൻ ഒക്കത്തില്ല. യു ഗോട്ട് ടു ഡൈ ബ്രദർ. ഇറ്റ്സ് അപ്പോയിന്റഡ് അൺടു മാൻ ടു ഡൈ വൺസ്. ഇത് നമ്മുടെ അകത്ത് ഹിറ്റാകണം. ഈ ലോകത്തിലെ എൻ്റെ ജീവിതം താൽക്കാലികമാണ്. അത് തന്നെ നമ്മളെ ഷേക്ക് ചെയ്യണം. UK നമ്മുടെ എല്ലാം മൈൻഡ് എന്താ? നമ്മൾ ജീവിക്കുന്ന ഇവിടത്തേക്ക് വേണ്ടിയാ. നമ്മളെ ഇതാണ് പിടിച്ചു വെക്കുന്നത്. നമുക്ക് മറ്റുള്ളത് ചിന്തിക്കാൻ പോലും നേരമില്ല. പക്ഷെ നമ്മുടെ ലൈഫ് താൽക്കാലികമാണ് ഇവിടെ. There is a permanent residence for us. Jesus പറയാ, I'm going. You guys are not going to come there because you guys will die in your sins. ഈ മരണാന്തര ജീവിതത്തിൻ്റെ ഈ ടോപ്പിക്ക് നിങ്ങൾ വ്യക്തിപരമായി റിസർച്ച് ചെയ്യാൻ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാം. കാരണം ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ശരിക്കും രക്ഷിക്കപ്പെട്ടവർ, ദൈവകൃപയിലായിരിക്കുന്നവർക്ക് അറിയാം, അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് മരിച്ചാൽ അവർക്ക് വിഷയമല്ല. അല്ലാതെ മതം കളിച്ച് നിൽക്കുകയാണെങ്കിൽ ബ്രദർ, ഇറ്റേണൽ ലോസ് ആണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. രഹസ്യപാപത്തിലും ഇടപെട്ട് മറ്റു പല കാര്യത്തിലും ഇടപെട്ട് സഡൻലി ദ ഡേ വിൽ കം ആൻഡ് ഇറ്റ് വിൽ ബി ആൻ ഇറ്റേണൽ ലോസ് ഫോർ യു. മോസസ് പ്രാർത്ഥിക്കുക, ഏറെയായാൽ 80. എന്നിട്ട് 12-ാം വാക്യത്തിൽ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. എന്താ അതിൻ്റെ അർത്ഥം? Give us the wisdom. മോസസ് പ്രാർത്ഥിക്കുക ദൈവത്തോട്, teach us to use time wisely. ഞങ്ങളുടെ ഇവിടുത്തെ നാളുകളെ ശരിക്കും വൈസായി ഉപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്തോത്രം. ഈ 2 ദിവസം കൊണ്ട് നമ്മളുടെ ഡെത്തിനെക്കുറിച്ചും ലൈഫ് ആഫ്റ്റർ ഡെത്തിനെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും ബോധ്യമായി നമ്മുടെ ലൈഫിനെ അതനുസരിച്ച് ക്രമീകരിക്കാൻ നമ്മൾ ഒരുങ്ങണം. ഗ്രഹകാര്യം ക്രമീകരിക്കണം.
സ്തോത്രം. സഭാപ്രസംഗി 7:2 മരണമാണ് സകല മനുഷ്യരുടെയും അവസാനം. സഭാപ്രസംഗി 8:8 മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവൻ ആരുമില്ല. ഇന്നാണ് നമ്മുടെ ഒരാളുടെ ദിവസമെങ്കിൽ നാളെ ആക്കാൻ നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. ഇന്ന വിധമാണ് മരിക്കാൻ ദൈവം കാര്യങ്ങൾ അനുവദിക്കുന്നതെങ്കിൽ നമുക്കതൊന്നും മാറ്റാനൊക്കത്തില്ല. വി ഹാവ് നോ പവർ അഗൈൻസ്റ്റ് ഡെത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരികമായ മരണത്തെ പോസ്റ്റ്പോൺ ചെയ്യാൻ വി ഹാവ് നോ അതോറിറ്റി. മരണ ദിവസത്തിന്മേൽ അധികാരം ആർക്കുമില്ല. God is in complete control. Praise the Lord. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പേടിക്കുന്നല്ലേ? സാരമില്ല ഒരൽപ്പം പേടി വന്നാലും, കാരണം ജീവിതം ക്രമീകരിക്കുമല്ലോ. ഞാൻ പേടിപ്പിക്കാൻ പറയല്ല. ബൈബിളിന് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞാനൊന്ന് ചിന്തിച്ചു, നമുക്കിപ്പോൾ ക്രമം പറഞ്ഞാൽ 2 ദിവസമെന്നൊക്കെ ഉണ്ടെങ്കിലും ആകെ കൂടെ കിട്ടുന്നത് 3 മണിക്കൂറേ ഉള്ളൂ. 2 ദിവസമുണ്ട്. ഇത് ജസ്റ്റ് നക്ഷലിൽ നിങ്ങളെ ഈ വിഷയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നതേ എനിക്ക് സാധിക്കുന്നുള്ളൂ. അത് സാരമില്ല. നിങ്ങൾ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കണം. സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യത്തിൽ എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമെന്ന്. ഈ 80 വയസ്സ് വരെയാണ് ശ്വാസമെന്ന്. വേറെ ഒരിടത്ത് എഴുതിയിരിക്കുന്നത് ലൈഫ് ഈസ് എ വേപ്പർ എന്ന, ആവി പോലെ അത്രയെന്ന്. എന്നിട്ട് ഈ ലൈഫിലിരിക്കുമ്പോഴാണ് നമ്മൾ ഭയങ്കര ഇവിടുന്ന് കാനഡയ്ക്ക് കടന്ന് അപ്പുറത്തെ ന്യൂസിലൻഡിന് പോയി, ഓസ്ട്രേലിയയ്ക്ക് ഞാൻ പോയി, അവിടെ കുറച്ച് ലാൻഡ്. എന്തുവാ ദൈവം അയച്ചാൽ പോകണം. ഇങ്ങനെയുള്ള ഈ വിഭ്രാന്തിയൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവത്തോടടുത്ത് ചേർന്ന് നടക്കുക. ദൈവം ആരെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് വിടുന്നെങ്കിൽ ദൈവം വിടുകയാണെങ്കിൽ പോകണം. അല്ല, ഇതൊന്നും അല്ല വിജയവും പരാജയമൊന്നും. ഈസ് യുവർ ലൈഫ് ഇൻ ഓർഡർ? ഇന്ന് മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉറപ്പ് വരുത്തണം. ഹല്ലേലൂയ. സ്തോത്രം. ഇതിനോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ മോഡലായിട്ട് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുക. നമുക്ക് ആ 21-ാം വാക്യത്തിലേക്ക് വരണം. എന്നാൽ നമ്മുടെ കൺവെൻഷന് ഞാൻ വായിച്ചൊരു വാക്യമാണ് യോഹന്നാൻ 17:4 വാക്യം. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളും ഇതുപോലെ ആകണമെന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം. കർത്താവിൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഉണ്ടായി. അപ്പം അതുപോലുള്ള ജീവിതമാണെങ്കിൽ നമ്മുടെ ലൈഫിലൂടെയും ദൈവം മഹത്വം എടുക്കും. ജീസസാണ് മോഡൽ. ഫോളോയിങ് ജീസസാണ് ദൈവപ്രസാദമുള്ള ജീവിതം. 17-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. ക്രൂശ് മരണത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഹി ഈസ് ഗോയിങ് ടു ഡൈ ബൈ ക്രൂസിഫിക്ഷൻ. ആ സമയത്ത് 4-ാം വാക്യത്തിൽ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾ ഡെത്തിനെ സമീപിക്കുമ്പോൾ ഇങ്ങനെയൊരു വാക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ ഒക്കുമോ? പിതാവേ, ഭൂമിയിൽ എനിക്കങ്ങ് തന്ന ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു. എൻ്റെ ലൈഫിലൂടെയും മിനിസ്ട്രിയിലൂടെയും അങ്ങേ മഹത്വപ്പെടുത്തി. അതാണ് സക്സസ്ഫുൾ ലൈഫ്. അല്ലാതെ നമ്മൾ IAS എടുത്തതല്ല സക്സസ്. നമ്മൾ വലിയ മില്യണറായതല്ല സക്സസ്. അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിലാണ്. ദൈവത്തിൻ്റെ വ്യൂ പോയിൻറ്റിൽ സക്സസ് എന്ന് പറയുന്നത് ലൈഫ് ഫുള്ളായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒബീഡിയൻസ് ടു ഹിസ് ഫാദർ. ഫാദർ ഏൽപ്പിച്ചത് ചെയ്ത് പൂർത്തീകരിച്ചു. അത് മരണക്കിടക്കയിലിരിക്കുമ്പോൾ നമുക്ക് തീരുമാനിച്ചാൽ നടക്കത്തില്ല. രക്ഷിക്കപ്പെടുന്ന അന്ന് തൊട്ട് ഇത് പ്ലാൻ ചെയ്യണം. വൺ ഡേ ഐ വിൽ ഡൈ.
അതിനോടകം ദൈവം എന്നെ ഏൽപ്പിച്ചത് എനിക്ക് ചെയ്ത് പൂർത്തീകരിച്ച് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ലൈഫ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ജീസസ് ഈസ് അവർ എക്സാമ്പിൾ. ആൻഡ് ലെറ്റ് മീ ഷോ യു. ഈ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും അവസാനത്തെ. ജീസസ് ക്രൂശ് മരണത്തോട് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരുമായി പ്രൈവറ്റായിട്ടുള്ള ചില ഡിസ്കോഴ്സുകൾ. അതിനകത്ത് 2 വാക്കുകൾ ഞാൻ നിങ്ങളോട് കാണിക്കാൻ താല്പര്യപ്പെടുകയാണ്. 14:27 വന്നാട്ടെ. യോഹന്നാൻ 14:27. ഈ മരണത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ ഹൃദയത്തിലെ ആ ഒരു പൾസ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. 27-ാം വാക്യത്തിൽ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം. അത് കേട്ടോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. എൻ്റെ സമാധാനവും. കർത്താവേ, യു ആർ ഗോയിങ് ടു ഡൈ ബൈ ക്രൂസിഫിക്ഷൻ, യു ഹാവ് പീസ്. ജീസസ്, യാ, മൈ പീസ് ഐ ഗിവ് ടു യു. അതാണ് റിയൽ പീസ്. മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഹി ഈസ് നോട്ട് ഡിസ്റ്റർബ്ഡ്, ടോട്ടലി ഇൻ കൺട്രോൾ ബിക്കോസ് ഓഫ് ഹിസ് കണക്ഷൻ വിത്ത് ഹിസ് ഫാദർ. ഈ പീസ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. 17-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ മറ്റൊരു പ്രയോഗം, ഇപ്പോഴോ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ സന്തോഷം. അത് കേട്ടോ, എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചു. ജീസസ്, യു ആർ ഫുൾ ഓഫ് ജോയ്. ഹി സേ, യാ. യു ആർ ഗോയിങ് ടു ഡൈ നൗ, യു ആർ ഫുൾ ഓഫ് ജോയ്. യാ. അതാണ് ക്രിസ്ത്യൻ ജോയ്. ആക്ച്വലി വി ആർ ഓൾ ഗോയിങ് ആഫ്റ്റർ ദ വിൻഡ്. ഈ പണമുണ്ടാക്കുന്ന ഭ്രാന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റിൻ്റെ പുറകെ പോയി പിടിക്കുകയാണ്. സമാധാനവും സന്തോഷവും എവിടെ കിട്ടും? മെറ്റീരിയൽ കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും സമാധാനവും അതിവിടുത്തെ ലോക മനുഷ്യനും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മരണക്കിടക്കിൽ മരണത്തോടടുക്കുമ്പോൾ സമാധാനവും സന്തോഷവും ആർക്കുണ്ടാകും? യേശുവാണ് മാതൃക. പിതാവുമായി ഉള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ് ആ സമാധാനവും സന്തോഷവും. പിതാവ് പറഞ്ഞത് മുഴുവൻ അനുസരിച്ചു. ജീവിതം അർത്ഥവത്തായിരുന്നു. ജീവിതത്തിലൂടെ പിതാവ് മഹത്വമെടുത്തു. ഇനിയും പിതാവിൻ്റെ അടുക്കലേക്ക് പോകുക. ഈ പാറ്റേണാണ് കർത്താവ് നമുക്ക് തരുന്നത്. നമ്മൾ എത്ര ദൂരെയാണ് സഞ്ചരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ മരിക്കുമ്പം എല്ലാവരും കൂടെ സ്വർഗത്തിൽ പോകുന്നു, പിന്നെ ഉള്ള ഉപദേശിമാരെല്ലാം കൂടെ വന്ന് അനുശോചനമാണെന്ന് പറഞ്ഞ് എന്തെല്ലാം കാര്യമാണ് പറയുന്നത്. അവർക്കും അറിയത്തില്ല എന്താ പറയുന്നതിന്. പണ്ടാരാണ്ട് പറയുന്നത് കേട്ടു, ഇങ്ങനെ ഒരു ആളിനെക്കുറിച്ച് അങ്ങ് വാനോളം പുകഴ്ത്തിയപ്പം മരിച്ചാളിൻ്റെ ഭാര്യ മോനോട് ചോദിച്ചു, മോനെ നമ്മുടെ പപ്പ തന്നെ ആന്നോടാന്ന്. ദീസ് ആർ ഓൾ മീനിങ്ലെസ് ടോക്ക്. നമുക്കിതൊക്കെ കേൾക്കാൻ ഭയങ്കര സുഖമാണ്. ആൻഡ് ഐ ടെൽ യു, യു ഹാവ് ടു ഗിവ് ഓൾ ഓഫ് ദം മണി, അറ്റ്ലീസ്റ്റ് മോസ്റ്റ് ഓഫ് ദം. എന്നോട് ഒരിക്കൽ ഒരച്ചായൻ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. നേതാവ് വന്നു, പാസ്റ്ററെ ഞാൻ പൈസ കൊടുത്തു. അത് പോട്ടെ, എൻ്റെയിൽ നിന്നും മേടിച്ച് എൻ്റെ മോൻ്റെയിൽ നിന്നും മേടിച്ചെന്ന്. ദേ ഡോണ്ട് കെയർ. അവർ ഈ വാനോളം പോഴ്ത്തിക്കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. ഫ്യൂണറൽ ഗംഭീരം നടത്തിക്കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. വാട്ട് ഡിഡ് യു ഡു വിത്ത് യുവർ ലൈഫ്? മറ്റേതെല്ലാം മതപരമായ ചടങ്ങാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഫ്യൂണറൽ വേണ്ട എന്നോ നല്ല നിലയിൽ ഒരു അടക്കം വേണ്ട എന്നോ അല്ല ഞാൻ അർത്ഥമാക്കിയത്. പക്ഷേ അത് നിങ്ങളുടെ ആത്മാവിനെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റഡായി, ദൈവം അലോട്ട് ചെയ്ത സ്ഥലത്തേക്ക് ഫിക്സ്ഡായി. ഇവിടെ ഇനി എന്നോ തകർപ്പും പ്രസംഗം പ്രസംഗിച്ചാലും നിങ്ങൾക്ക് വേണ്ടി, വാങ്ങിപ്പോയ ആളിന് വേണ്ടി അല്ല, ബാക്കി കേൾക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. അയ്യോ അച്ചായൻ ഭയങ്കരമായിരുന്നു, നമ്മുടെ ചർച്ച ഇപ്പോഴും നിൽക്കുന്നത് അച്ചായനോട്. അച്ചായൻ കഴിഞ്ഞ പ്രാവശ്യവും വന്നപ്പോൾ 10,000 രൂപ തന്നു. ദീസ് ആർ മീനിങ്ലെസ് ടോക്ക്. അത് ഈ മരിച്ച ആളിന് ഒരു പ്രയോജനവും ഇല്ല. ആൻഡ് ബൈ ദ വേ ഐ ടെൽ യു, പൈസ കൊടുത്ത് കൈക്കൂലി കൊടുത്തിട്ട് നമുക്ക് അവിടെ പോകാൻ ഒക്കില്ല. ചിലർ ചിന്തിക്കുന്നത് നാട്ടിലാണ്ട് 1,00,000 രൂപ 2,00,000 രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങ് സ്വർഗത്തിൽ ചെല്ലുന്നു. സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോയവും കൊടുത്തു കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടും. സ്വർഗത്തിൽ പോകുന്ന ആളുകൾ, ആ പ്രാഗൽഭ്യമുള്ളവർ കൊടുത്തു കഴിഞ്ഞാൽ
പ്രതിഫലം കിട്ടും. അല്ലാതെ ഈ കെയർ ഓഫിൽ അങ്ങോട്ട് എടുക്കത്തില്ല. ഇവിടെ ലൈഫാണ് വേണ്ടത്. ഇറ്റ്സ് എ സീരിയസ് തിങ്. കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ രക്ഷപ്പെടുക. കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊന്നും തലയ്ക്കകത്ത് കയറത്തില്ല. I'm telling you, I've seen a lot of people, very few elderly people change because they have set their computer, their mind in that way. But young people, you have hope. Don't let this pound and dollar and all this deceive you. You have only one life to live for the glory of God. അതിനുവേണ്ടി നിന്നെ സൃഷ്ടിച്ചിരിക്കുക. God's purpose in your life is that He will take glory with your life. When you are totally obedient to Him and understand the task that He has given you in this world and faithfully complete the task and then go home. Praise the Lord. Hallelujah. സ്തോത്രം. കർത്താവിൻ്റെ ഈ ഒരു മാതൃകയും ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചു. നമ്മളുടെ ആ 21-ാം വാക്യത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ ശാരീരിക മരണമെന്ന ആ വിഷയം നമ്മൾ ചിന്തിച്ചത്. 21-ാം വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. 3 മരണം ഞാൻ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞത് ഫിസിക്കൽ ഡെത്ത്. അതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഫിസിക്കൽ ഡെത്ത് മനുഷ്യർക്കുണ്ട്. ഇറ്റ്സ് അപ്പോയിൻറ്റഡ് അൺ ടു മാൻ ടു ഡൈ വൺസ് ആൻഡ് ദെൻ ദർ ഈസ് ജഡ്ജ്മെൻറ്റ്. മനുഷ്യ ആയുസ് ഏറെയായാൽ 80. ഇറ്റ് ഈസ് ഫ്ലീറ്റിംഗ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് വേപ്പർ എന്നാണ് വേദപുസ്തകം പറയുന്നത്. ജനറൽ കേസാണ് 80 വരെ. പക്ഷേ ഇന്ന് നിങ്ങൾക്കറിയാം 45, 50, 60 എത്രയോ ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു അല്ലേ. സം ആർ ഗോയിങ് അവേ ത്രൂ ആക്സിഡൻറ്റ്സ് ആൻഡ് സം മാരകമായ ഡിസീസ് വരുന്നു. ഇങ്ങനെയൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. ഇനി ഒരു ഫുൾ ലൈഫ് ജീവിച്ചു 80 വയസ്സ് വരെ ആണെങ്കിലും ഇറ്റ് ഈസ് സോ ഷോർട്ട്. 29,000+ ഡേയ്സ് മാത്രമേ ഉള്ളൂ. ബൈ ദ വേ, ജീസസിൻ്റെ ഇൻകാർണേഷനിൽ എത്ര ഷോർട്ട് ലൈഫായിരുന്നു, 33.5 ഓൺലി. പക്ഷെ ഫുൾ ലൈഫായിരുന്നു, ബിക്കോസ് ഹി വാസ് ഒബീഡിയൻറ്റ് ടു ഹിസ് ഫാദർ. അപ്പം എത്ര ദൈർഘ്യം ജീവിച്ചു എന്നതിനേക്കാൾ ദൈവം തന്ന സമയം ഫ്രൂട്ട്ഫുള്ളായോ എന്നുള്ളതാണ് വിഷയം. പ്രൈസ് ദ ലോർഡ്. ഇനി നമ്പർ 2, സ്പിരിച്വൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഡെത്ത് ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇറ്റ് മീൻസ് സെപ്പറേഷൻ. ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു വരുന്നതാണ് ഡെത്ത്, ഫിസിക്കൽ ഡെത്ത്. സ്പിരിച്വൽ ഡെത്ത് ഈസ് ഓൾസോ സെപ്പറേഷൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തവിടെ സംഭവിച്ചു? നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ വളരെ ഈസിയായിട്ട് നമുക്കത് ഗ്രഹിപ്പാൻ കഴിയും. അവിടെ ഒരു ഡെത്ത് സംഭവിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കുവാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു പതിവ്. 9-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നേരത്തെ വെയിലാറുന്ന സമയത്ത് ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ച മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കൂട്ടായ്മയ്ക്ക് വലിയ വിള്ളലുണ്ടായി. ദൈവത്തോട് അടുക്കാൻ കഴിയാതെ ദർ വാസ് എ സെപ്പറേഷൻ. ആ സെപ്പറേഷനാണ് സ്പിരിച്വൽ ഡെത്ത്. ഇതാണ് എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു.
രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വി വർ ഡെഡ്. എങ്ങനെ? ദൈവവുമായി ബന്ധമില്ല. നമ്മൾ റിലീജിയസ് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. എന്താ? പള്ളിയിൽ പോകുക, നല്ലപോലെ പ്രാർത്ഥിക്കുക, പാട്ട് പാടുക, ഇങ്ങനെയൊക്കെ പല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവവുമായിട്ടുള്ള സജീവ ബന്ധമില്ലായിരുന്നു. ആ സമയത്താണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടപ്പോൾ അകത്തൊരു ഉയിർപ്പ് നടന്നു. റിസറക്ഷൻ, ഇൻവേർഡ്ലി, സ്പിരിച്വലി. ആ റിസറക്ഷൻ നടക്കാത്ത ഒരാൾ പെന്തിക്കോസ്തിലാണെങ്കിലും ഹി ഈസ് ഡെഡ്. ദൈവവുമായി ബന്ധമില്ല. പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഹി ഈസ് നോട്ട് കണക്റ്റഡ് ഇൻസൈഡ്. ബൈബിൾ വായിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഗാഡ് ഈസ് നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഹിം. ഇവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഗാഡ് ഈസ് നോട്ട് ഹിയറിംഗ്. അങ്ങനെ ഒരു സ്ഥിതി, ദാറ്റ് ഈസ് സ്പിരിച്വൽ ഡെത്ത്. ആ സ്പിരിച്വൽ ഡെത്തിൻ്റെ സമയത്താണ് ഫിസിക്കലി ആത്മാവ് മാറ്റപ്പെടുന്നതെങ്കിൽ യു ആർ ഇൻ ട്രബിൾ, സീരിയസ് ട്രബിൾ, ഇറിവോക്കബിൾ ട്രബിൾ, ഇറ്റേണൽ ഡെത്ത്. അതിനെ വളരെ സീരിയസ് ആണ് കാര്യം, വളരെ സീരിയസ് ആണ് കാര്യം. And I'll tell you, no one can help you. ഈ നമ്മളൊക്കെ സമുദായ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വന്നവരല്ലേ, മരിച്ചു കഴിഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഗുഡ് വേ ടു മേക്ക് മണി, ദാറ്റ്സ് ഓൾ. യാതൊരു ബെനിഫിറ്റും ഈ മാറ്റപ്പെട്ട ആളിൻ്റെ ആത്മാവിന് സംഭവിക്കുന്നില്ല. ബൈബിൾ ഈസ് വെരി ക്ലിയർ ഓൺ ദാറ്റ് ഇഷ്യൂ. സ്തോത്രം. പിന്നീട് നമ്മൾ 40 ഇരുന്നാലും പ്രയോജനമില്ല. സ്തോത്രം. അതൊരു വളരെ സീരിയസ് കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ സമയം ഇങ്ങനെ പോകുന്നതില്ല, എനിക്ക് വലിയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ 21-ാം വാക്യം നമ്മൾ വായിച്ചപ്പോൾ ആ ഗൗരവത്തിൽ നിന്നുകൊണ്ടാണ് യേശു ഈ മതഭക്തരോട് പറയുന്നത്, യു ആർ നോട്ട് ഗോയിങ് ടു ഹെവൻ. അതെന്താ? നിങ്ങൾ സ്പിരിച്വലി ഡെഡാണ്. അപ്പോൾ നമ്മളെ ഷോക്ക് ചെയ്യും. യോ, ഇന്നലെയും പള്ളിപ്പെരുന്നാളിന് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഞാൻ, അബ്രഹാമിൻ്റെ സന്തതിയായിരിക്കുന്ന ഞങ്ങൾ, ദശാംശം കൃത്യമായി കൊടുക്കുന്ന ഞങ്ങൾ, നിങ്ങൾക്കറിയാമോ പരീശന്മാർ നമ്മളെക്കാട്ടി ഭയങ്കര ഭക്തരായിരുന്നു. ഇൻവേർഡ്ലി അല്ല, ഔട്ട്വേർഡ്ലി. ഒരു പരീശനാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ ഉപവസിക്കുന്നവനാണ്. നമ്മൾ മാസത്തിൽ എത്ര? മാസത്തിൽ ഭാഗിക ഉപവാസം. ഇപ്പോൾ ഒത്തിരി ഉപവാസമൊക്കെ എല്ലാം പോയി. ഇപ്പം വലിയ പുള്ളികളൊക്കെ പറയുന്നത്, എനിക്ക് വിശക്കും, ഞാൻ വല്ലതും കഴിക്കും. അതൊക്കെ വലിയ ആത്മീകമായിട്ടാണ് ചിന്തിക്കുന്നത്. അഭിഷക്തൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വി ആർ ലിവിങ് ഇൻ ഡേഞ്ചറസ് ടൈംസ്. പരീശൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കും. കൃത്യം 10-1 ദശാംശം കൊടുക്കുമായിരുന്നു. കൈയൊന്നും പൊക്കണ്ട, നമുക്കറിയാമല്ലോ നമ്മൾ എത്ര കൊടുക്കുന്നതെന്ന്. പാവപ്പെട്ടവരെ സഹായിക്കാൻ ദാനധർമ്മം കൊടുക്കുന്നവരാ. ഭയങ്കരമായിട്ട് പൈസ കൊടുക്കും പാവപ്പെട്ടവരെ സഹായിക്കാൻ. ഇങ്ങനെ ഒരുപാട് നന്മകൾ അവരെക്കുറിച്ച് പറയാനുണ്ട്. അവരോട് കർത്താവ് പറയാണ്, യു ഗൈസ് ആർ നോട്ട് ഗോയിങ് ടു ഹെവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ സൽപ്രവൃത്തികൾ കൊണ്ടൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ മരണത്തിന് ശേഷം വരത്തില്ല. യു ആർ സേവ്ഡ് ബൈ ഗ്രേസ് ആൻഡ് ഗ്രേസ് അലോൺ, ബൈ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ ഉള്ളവർക്ക് സൽപ്രവൃത്തി വേണം. പ്രൈസ് ദി ലോർഡ്. 21-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഈ പാപത്തിൻ്റെ മേൽ വിരൽ ചൂണ്ടുകയാണ്. നോക്കിയ അവിടുത്തെ കാര്യം. ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ, എന്നിട്ട് ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാനൊക്കത്തില്ല. അപ്പോൾ ആളുകളെ വിവേചിച്ചുകൊണ്ട് പാപമാണ് വിഷയം. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. യഥാർത്ഥ പ്രവാചകൻ, യഥാർത്ഥ പ്രീച്ചർ, he will preach against sin. That is one way of discerning. Let me show you a verse. ഇസ്രായേൽ ജനം എന്തുകൊണ്ടാണ് പ്രവാസത്തിൽ പോകാൻ കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? ദി ബുക്ക് ഓഫ് ലാമെന്റേഷൻസ്, വിലാപങ്ങളുടെ പുസ്തകം,
വിലാപങ്ങളുടെ പുസ്തകം ആദ്യമായിട്ട് കേൾക്കുകയെന്ന് തോന്നില്ലേ? 2-ാം അധ്യായം 14-ാം വാക്യം. ഇരമ്യാവ് തന്നെയാണ് ലാമെന്റേഷൻസ് എഴുതിയിരിക്കുന്നത്. നിൽക്കണം. ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു, ഇന്നത്തെ പോലെ തന്നെ. അവരെന്ത് ചെയ്തു? അവരുടെ ദൂത് എന്തായിരുന്നു? വ്യാജമാണ് അവർ പറഞ്ഞത്. വ്യാജവും ഭോഷത്വവും. നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസകാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു. അവർ ശരിക്കും നിന്റെ പാപത്തെക്കുറിച്ച് വരുത്തിയതായിരുന്നെങ്കിൽ നീ പ്രവാസത്തിൽ പോകണ്ടായിരുന്നു. പക്ഷേ അവർ സോപ്പിട്ട് നിന്നോട് സംസാരിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ ജനം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ യഹൂദ 70 വർഷത്തെ പ്രവാസത്തിന് പോയി. ആ കാലഘട്ടത്തിലെ പ്രസംഗി പറഞ്ഞതെന്നറിയോ? ഡോണ്ട് വറി, ഒന്നും സംഭവിക്കത്തില്ല. അതാണ് ദൈവം അവരെ അടിക്കാൻ കാരണം. ഐ വിൽ ടെൽ യു, ഇന്നത്തെ സഭയ്ക്കും പറ്റിയത് ഈ വ്യാജന്മാരുടെ കളികളാണ്. നമ്മളെ സുഖിപ്പിക്കുന്ന കുറേ കാര്യം പറഞ്ഞ് നിൻ്റെ മോള് MBBSന് പോവും, ഞാൻ സ്റ്റെത്തസ്കോപ്പ് ഇട്ട് കാണുന്നു. എടാ, സ്റ്റെത്തസ്കോപ്പ് ഉണ്ടേലെന്നെ ഇല്ലേലെന്നെ കൊച്ചു സ്വർഗത്തിൽ പോമോ? These are not the major issues. എൻ്റെ മകനോ മകളോ സ്റ്റെത്തസ്കോപ്പ് ഇട്ടാൽ എന്നെ ഇട്ടില്ലെന്ന്. ആത്മീകൻ ഇതൊന്നും വിഷയമല്ല. ദൈവഹിതമാണോ സ്റ്റെത്തസ്കോപ്പ് ഇടുന്നത്? ദൈവം ആക്കിക്കൊള്ളും. ഇനിയും ദൈവഹിതം അല്ലയോ, വേറെ ഏതെങ്കിലും പണിക്ക് പോവും. ശക്തിയോടെ പറഞ്ഞു. ദീർഘശ്വാസം വെച്ചോണ്ട് അത് പറഞ്ഞത്. ആട്ടെ, ഇപ്പോഴേലും ബോധ്യമായാൽ മതി. പ്ലീസ് 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 ശ്രദ്ധിക്കണം. ഞാനിത് വളരെ സീരിയസ് ആയിട്ടാണ് ഈ കാര്യം പറയുന്നത്. കാരണം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ജീവിതത്തെ തിരുത്താൻ ഒക്കത്തില്ല പ്രിയ സിസ്റ്റേഴ്സ്. വി കാൺട്ട്. ഭൂമിയിൽ വെച്ച് നമ്മൾ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിത്യതയുടെ അലോട്ട്മെൻറ്റ്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. ജീസസ് കണ്ടോ, അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പാപം. യു ഗോട്ട് സിൻ, അതുകൊണ്ട് ഞാൻ പോകുന്നത് യു cannot come. That is the picture of a true prophet, of a true preacher, of a true minister. പലതും വ്യാജന്മാരാണ്. മോട്ടിവേഷണൽ പ്രീച്ചിങ്. എന്താ? പമ്പ് ചെയ്ത് നമ്മളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ, നീ നല്ലതാണ്, നാളെ നിനക്ക് അങ്ങനെ ഉണ്ടോ, നാളെ എവ്രിതിങ് ഈസ് ഗോയിങ് ടു ബി. എനിക്ക് വലിയ അത്ഭുതം തോന്നി കേട്ടോ. ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു താരം, പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ട്, 2-3 മിനിറ്റേ ഉള്ളൂ. എനിക്കൊരു പാസ്റ്ററുണ്ട്. അപ്പം എന്നിട്ട് പുള്ളി അത് ക്ലാരിഫൈ ചെയ്തു. എനിക്കെല്ലാം മതം ഒരുപോലെ ഉള്ളൂ. അദ്ദേഹം ക്രിസ്ത്യാനി പോലും അല്ല. പക്ഷേ എനിക്കൊരു പാസ്റ്ററുണ്ട്, അദ്ദേഹം പോലും എന്നോട് ദൂത് പറഞ്ഞിരിക്കുന്നത് ദൈവം അനുകൂലമാണെങ്കിൽ ഹൂ ക്യാൻ സ്റ്റാൻഡ് അഗൻസ്റ്റ്. ഹീസ് എ വ്യാജം. ശരിയായ ഒരു ഉപദേശിയായിരുന്നു പറഞ്ഞാൽ, മോനെ ക്രിക്കറ്റ് കളിച്ചാലും ഇല്ലെങ്കിലും നിത്യത കൊണ്ട് മോനെ, നീ പാപത്തിലാണ്. സത്യ ഏക ദൈവമുണ്ട്. യേശുക്രിസ്തുവിലൂടെ മാത്രമേ നിനക്ക് ബന്ധപ്പെടാൻ കഴിയത്തുള്ളൂ. അവനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കും. അല്ലാതെ നാളെ ക്രിക്കറ്റ് കളിച്ചോ കളിച്ചില്ലയോ, ദീസ് തിങ്സ് ആർ നോട്ട് ദ മേജർ ഇഷ്യൂസ്. ദൈവഹിതമാണെങ്കിൽ കളിക്കണം, അല്ലെങ്കിൽ വേണ്ട. ഈ മോട്ടിവേഷണൽ കാര്യത്തിൽ ആളുകൾ അട്രാക്റ്റഡ് ആണ്. ഇതാണ് യഹൂദയ്ക്ക് പറ്റിയത്. ആൻഡ് ദേ വെന്റ് ഇൻടു എക്സൈൽ ഫോർ 70 years. നെബൂഖദ്നേസർ രാജാവെന്ന ആ ജാതിക മനുഷ്യൻ ഇവരെ കയറി പിടിച്ചു.
God allowed them. ദൈവം അവരെ ശിക്ഷിച്ചതാണ്. ആ കാലത്ത് ശരിയായ പ്രവാചകരുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ജെറമായ. ജെറമായ പറയും ദൈവം അടിക്കും, ദൈവം അടിക്കും. അവനെ അടിച്ച ആളുകൾ. He paid a heavy price because he spoke the truth. ആളുകൾക്ക് ഇഷ്ടമെന്താ? ഇങ്ങനെ മോട്ടിവേഷൻ എല്ലാം തട്ടി തന്നെ. ഓ കർത്താവ് നിന്റെ കണ്ണുനീരില്ല പോലും. കണ്ണുനീര് പുത്തനാം യെരൂശലേമിൽ മാറ്റും. Praise the Lord. I'm not saying that കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കത്തില്ലെന്നോ, ഇതൊന്നുമല്ല പറയുന്നത്. ആശ്വസിപ്പിക്കും. ചിലപ്പോൾ ചില പ്രത്യേക പ്രയാസമുള്ള ഘട്ടത്തിലൂടെ കടക്കാൻ ചിലപ്പോൾ അനുവദിച്ചെന്ന് വരാം. ചിലർക്ക് കർത്താവ് ആശ്വാസം കൊടുത്തെന്ന് വരാം. ചിലർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൊടുക്കത്തില്ല. പക്ഷേ അതിലൂടെ കടക്കുമ്പോഴും സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനത്താൽ നമ്മുടെ ഉള്ളത്തേക്കാക്കും. ഈ ലോകത്തിലെ കാര്യങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ടോ? നത്തിങ് ഡിസ്റ്റർബ്സ് എ ചൈൽഡ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അനന്തര ഭാവിയിൽ കണ്ണുനീരില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെന്നല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മൾ റിയാലിറ്റിയിലേക്ക് വരണം ദൈവമക്കളെ. ഞാനിത് വളരെ സീരിയസ് ആയിട്ടും കഴിവുള്ളിടത്തോളം വളരെ ഗൗരവമായിട്ടുമാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ജീസസ് ഈസ് എ മോഡൽ ഓഫ് ദ ട്രൂ മിനിസ്റ്റർ ആൻഡ് ഹി സ്പോക്ക് അഗൈൻസ്റ്റ് സിൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നായിരുന്നെങ്കിൽ ഇവിടെ വന്നു അനോയിൻറ്റിങ് കൊടുത്തതിന് എല്ലാവർക്കും ഇമ്പാർട്ടേഷൻ. എല്ലാവരും റിസീവ്, ടച്ച്, ടേക്ക് ഇറ്റ്. എന്തുവാണ് നമ്മൾ ഈ ചെയ്യുന്നത്? Why did Jesus come? Look, see, ഗോസ്പൽസിൽ കർത്താവിനെ എത്ര കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് പ്രസൻറ്റ് ചെയ്യാണ്. നിങ്ങൾ ജീസസ് എന്താണ് സംസാരിച്ചത്? ജീസസ് എങ്ങനെയാണ് ഇടപെട്ടത്? ജീസസ് എങ്ങനെയാണ് മിനിസ്റ്റർ ചെയ്തത്? ആത്മാവ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ജീസസിനെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. Through the scriptures. സ്തോത്രം. ഇനി ബാക്കി ഒരു 20 മിനിറ്റ് ഉള്ളത് എനിക്ക് ഫോക്കസ് ചെയ്യാനുള്ള ആ 21-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കണം. ഞാനിപ്പോൾ 2 ഡെത്തിനെ കുറിച്ച് പറഞ്ഞ് മൂന്നാമത്തേതൊന്ന് മെൻഷൻ ചെയ്തു. ലിസൺ, ഫിസിക്കൽ ഡെത്ത് എല്ലാവർക്കും ഉണ്ട്. ഫിസിക്കൽ ഡെത്ത് നടക്കുന്ന സമയത്ത് ദൈവവുമായി ബന്ധമില്ലാത്ത സ്ഥിതിയിലാണെങ്കിൽ there is no hope for that person. Eternally he is condemned എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റേണൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ നിത്യത മുഴുവനും ദൈവവുമായി ബന്ധമില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളിൽ ആരെങ്കിലും രഹസ്യപാപം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം ഇന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആരും അറിയത്തില്ല. ഒരു സിഗരറ്റ് വലിക്കും, കുറച്ച് സിനിമ കാണും, മൈൻഡെല്ലാം പൊളിവിട്ടിട. എന്നിട്ട് ഞായറാഴ്ച വന്ന് ഹീസിലോടൊന്ന് വീശിയാലൊന്നും കാര്യം നടക്കത്തില്ല. ഐ എം ടെല്ലിങ് യു. ജീവിതം ക്രമീകരിക്കുക. വെള്ളമടി, ഡ്രഗ്, സിഗരറ്റ് വലി, സിനിമ, അവിഹിത ബന്ധങ്ങൾ എന്നിത്യാദി മുഴുവൻ പാപ വഴികളെ ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ വേരൂന്നി നടക്ക്. ഒരു പായസത്തിന്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ ആ ഭക്തനായ ഏശാവിനെ പോലെ ഇതിനകത്ത് ആരുമാകരുത്. ഈ താൽക്കാലിക സുഖത്തിന് വേണ്ടി ഒരു നിത്യത മുഴുവനും കൈമോശം വരികയാണെങ്കിൽ that's a tremendous loss, my brethren. സ്തോത്രം. എന്തു വില കൊടുത്തും നിത്യത, നിത്യ തേജസ്സിന്റെ ഖനമോർത്താൽ ഇന്നത്തെ കഷ്ടം നൊടി നേരത്തേക്കുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തെ തിരുത്ത്. നിത്യതയിൽ ദൈവത്തോടു കൂടെ, കർത്താവിൻ്റെ കൂടെ
നമ്മളവിടെ ആയിരിക്കുമ്പോൾ ഐ ടെൽ യു, സം ഓഫ് യു വിൽ ടെൽ മീ, പാസ്റ്ററെ, അന്ന് പാസ്റ്റർ LPC കൺവെൻഷന് വന്ന ശേഷം നമ്മുടെ ആ ബൈബിൾ സ്റ്റഡിയിൽ വെച്ചാണ് ഞാൻ ക്രമീകരിച്ചത്. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ. ദ ട്രൂത്ത് ഇസ് ഓൾവേസ് ഹാർഡ്. വചനപ്രകാരം ജീവിതം ക്രമീകരിച്ചാൽ നിത്യത മുഴുവനും ദൈവത്തോടു കൂടി താമസിക്കാം. ഓക്കെ, ആ 21-ാം വാക്യം ഇനിയും വായിച്ചാട്ടെ. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിന്ന് മരിക്കും. അവിടെ നിർത്തണം. നിങ്ങളുടെ പാപത്തിൽ, സിംഗുലറ, പാപത്തിൽ നിങ്ങൾ മരിക്കും. വാട്ട് ഈസ് ദിസ് സിൻ? പ്രധാന സിൻ എന്താ? 24-ാം വാക്യം വായിച്ചേ. അവിടെ പാപങ്ങളിൽ ബഹുവചനത്തില നിങ്ങൾ മരിക്കും. 21-ാം വാക്യത്തിൽ പറഞ്ഞ ആ പ്രധാന പാപത്തിൻ്റെ, അതാണ് റൂട്ട്. അതിൽ നിന്നാണ് 24-ാം വാക്യത്തിൽ ബഹുപാപങ്ങൾ. മെയിൻ പാപമെന്താ? ദ സിൻ ഓഫ് അൺബിലീഫ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുക. അതാണ് ഈ പരീശന്മാർ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ബിക്കോസ് യു റിജക്റ്റഡ് ദി ഡീറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യോഹന്നാൻ 16 വന്നാട്ട്, 16 അതിൻ്റെ 8-9 വാക്യം. അവൻ വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ 7-ാം വാക്യം വായിച്ചെങ്കിലേ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവും. 7-ാം വാക്യം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അപ്പൊ ഹോളി സ്പിരിറ്റ് വരും. അതാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് ദിവസം അയച്ചു. ഇനി അവൻ വന്നാൽ എന്താ നടക്കുന്നത്? ദയവായിട്ട് ഞാൻ ഒരിക്കൽ ഓർക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഒരു സൺഡേയിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ സഭായോഗത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. എന്താണ് ഹോളി സ്പിരിറ്റ് വന്നാൽ ചെയ്യുന്നതെന്ന് ഇന്ന് ഒത്തിരി പേര് കൺഫ്യൂസ്ഡ് ആണ്. ആളുകൾ ചിന്തിക്കുന്ന ഹോളി സ്പിരിറ്റ് വരുമ്പോൾ നമ്മളെല്ലാം കൂടെ കസേറയെ മറിച്ച് അതുവഴി ഇതുവഴി ഓടുക. They don't know the scripture. പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ എന്താണ് പ്രവർത്തനം? എനിക്കിന്ന് എൻ്റെ മെയിൻ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആത്മാവ് വരുമ്പോൾ കേവലം വൈകാരികമായ അനുഭൂതികൾ മാത്രമല്ല. ആത്മാവ് വരുന്നത് ക്രിയാത്മകമായി ചില കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പം അതിനകത്ത് വൈകാരികമായ അനുഭൂതി ഉണ്ടോ? ഉണ്ട്. നിഷേധിക്കുന്നില്ല, ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി അല്ല വന്നത് ആത്മാവ് വരുന്നത് ക്രിയാത്മകമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ക്രിയാത്മകമായി ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നിഷേധിച്ചുകൊണ്ട് കേവലം വൈകാരിക തലത്തിൽ മാത്രം നമ്മൾ നിന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ പർപ്പസിൽ നിന്ന് അകലുകയാണ്. ഞാൻ എത്രയോ യൗവനക്കാരോട് ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ ശ്രമിക്കുമ്പോൾ അവർ പറയുന്ന പുള്ളിക്ക് അഭിഷേകം നഷ്ടപ്പെട്ടു. I tried to help some. കർത്താവ് ഇതെനിക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ട് എൻ്റെ കൂട്ടു സഹോദരങ്ങളെ I tried to help them. I believe that നമുക്ക് ഇമോഷൻസ് ഉള്ളവരാണ്. ആത്മപ്രവൃത്തി നമ്മുടെ മേൽ വരുമ്പോൾ യെസ്, ആത്മീകമായ സന്തോഷത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മളിൽ നിന്നുണ്ടായെന്ന് വരാം. പക്ഷേ ആത്മ വന്നതെന്തിനാ? വൈകാരികമായി എന്നെ ഒന്ന് ഇളക്കാൻ മാത്രമല്ല വന്നത്. ഇളകിയാലും ഇളകിയില്ലെങ്കിലും ആത്മ വന്നിരിക്കുന്നത് ക്രിയാത്മകമായി ചില കാര്യം ചെയ്യാനാ. അതിൽ ഒരു കാര്യമാണ് ഞാനിപ്പോൾ വിഷയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പറയാൻ താല്പര്യപ്പെടുന്നത്. 8-ാം വാക്യം. അവൻ വരുമ്പോൾ കേട്ടോ,
പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. അപ്പൊ ആത്മാവ് വന്നാൽ ഒരു ക്രിയ എന്താ? ദി അൺബിലീവേഴ്സ് അവർക്ക് ബോധം വരുത്തും. അതിൽ എൻ്റെ വിഷയത്തിൽ മാത്രം നിൽക്കുക. ഒന്നാമത്തെ കാര്യം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചും ഉണ്ട്. ഞാൻ 21-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും ആത്മാവ്. ഇന്നത്തെ യോഗങ്ങളിൽ ആത്മാവുള്ള പലയിടത്തും പാപബോധം ആളുകൾക്ക് വരുന്നില്ല. പക്ഷെ കേരളത്തിൻ്റെ മണ്ണിൽ ആത്മപ്രവൃത്തി നടന്ന പലയിടങ്ങളിൽ മുൻകാലങ്ങളിൽ ആളുകൾ നെടുമ്പാട് വീണ് കരയുമായിരുന്നു. പാപബോധമാണ്. അവര് കൃത്രിമമായി ആളുകളെ എക്സ്റ്റസികളിലേക്കും ഹൈപ്പിലേക്കും ഒന്നും ചെയ്തില്ല. ദൈവവചനം പറയുമ്പോഴും ആത്മീയ ആരാധനയിലും ആളുകൾക്ക് പാപബോധമുണ്ടായി, കുറ്റബോധമുണ്ടായി, പാപത്തെക്കുറിച്ച് വലിയ വായിൽ കരഞ്ഞ് അനുദപിക്കുന്ന ധാരാളം രംഗങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഹോളി സ്പിരിറ്റിന്റെ മൂവ്മെന്റ് ആണത്. പാപത്തെക്കുറിച്ച് ആത്മാവ് ബോധം വരുത്തും. ഇനി ആ പാപം എന്താണ് എന്ന് 9-ാം വാക്യം വായിക്കണം. ഒന്നുകൂടെ വായിച്ചേ. അവനിൽ വിശ്വസിക്കായിക കൊണ്ട്. അപ്പൊ ഏതാണ് പാപം? അവനിൽ വിശ്വസിക്കാത്തതാണ് ദ മെയിൻ സിൻ. ബാക്കിയുള്ള എല്ലാ സിൻസും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. ദ മെയിൻ സിൻ ഇസ് അൺബിലീഫ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നയാൾ നരകത്തിൽ പോകും. That's the main sin. ആളാണ് റൂട്ട്. അത് നിഷേധിക്കുന്ന ആൾ പാപത്തിൽ രസിക്കും. ബാക്കി എല്ലാ സിൻസും he will enjoy. ഹോളി സ്പിരിറ്റ് വരുന്നത് ഈ പാപബോധം അവർക്ക് കൊടുക്കണം. ഇനി ഹോളി സ്പിരിറ്റ് എങ്ങനെയാണ് പാപബോധം തരുന്നത്? കർത്താവിൻ്റെ ദാസീദാസന്മാർ അഭിഷക്തർ ആത്മനിയോഗത്തിൽ പാപബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം അവർ പറയുമ്പോൾ ആത്മാവ് അവിശ്വാസികളുടെ ഹൃദയത്തിനകത്ത് പ്രവർത്തിച്ച് പാപബോധം കൊണ്ടുവരും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 14 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് പ്രസംഗിച്ചു. ഹൃദയത്തിൽ എന്തു പറ്റിയവർക്ക്? കുത്തുകൊണ്ടു. കുത്താനല്ല പറഞ്ഞത്, അത് ആത്മാവ് ചെയ്തതാ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തിയപ്പോൾ സഡൻലി ദേ ബിക്കേം കൺവിക്റ്റഡ് ഓഫ് ദെയർ സിൻ. അവർക്ക് മനസ്സിലായി ഞങ്ങളാണ് ഏറ്റവും വലിയ പാപം ചെയ്തത്. ജീസസ് വാസ് ദ മെസ്സൈയ ആൻഡ് വി ക്രൂസിഫൈഡ് ഹിം. ചില ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവിനെ ക്രൂശിച്ച ആളുകളാണ്. സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിന്റെ കൺവിക്ഷൻ വന്നാൽ ഈ ചോദ്യം ഓഡിയൻസിൽ നിന്ന് വരും. ബ്രദേഴ്സ്, വാട്ട് മസ്റ്റ് വി ഡു? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. മറുപടിയാ, വചനം കൈക്കൊണ്ടവർ 3000 പേർ അന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അല്ലാതെ 10-15 പേര് കൂടി ഇരുന്ന് നമ്മളെല്ലാം കൂടെ ഈ ജാസ് ഇതൊക്കെ കൊണ്ട് അടിച്ചടിച്ച് ടുഡേ ഈസ് എ നൈസ് ആയിരിക്കാം. വാട്ട് ഡിഡ് ദ ഹോളി സ്പിരിറ്റ് ഡു? Did the Holy Spirit convict you of sin, of righteousness, of judgment? ക്രിയാത്മകമായ കാര്യം നമ്മൾ വിടുകയാണ്. മാനസാന്തരപ്പെട്ട എൻ്റെ പ്രിയ സഹോദരിമാരെ മടങ്ങി വാ. പിന്നെ ചിലരോട് ഇത് എന്നാ പറഞ്ഞാലും തിരിയത്തില്ല. പുസ്തകം വായിക്ക്. 100 കണക്കിന് ആളുകൾ തെറ്റിദ്ധാരണയിലാണ്. Praise the Lord. What is the main sin? Rejecting the deity of Jesus Christ. ഈ പരീശന്മാർ ഭയങ്കര ഭക്തരാണ്. അവർ ദൈവത്തിന്റെ മക്കളാണെന്ന് അവർ ചിന്തിക്കുകയാണ്. പക്ഷെ അവർക്ക് പറ്റിയ പരാജയം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചു. You will die in your sins. Praise the Lord. 22-ാം വാക്യം മുതൽ മുന്നോട്ട് പെട്ടെന്ന് വായിച്ചാൽ ലെറ്റ് മീ ജസ്റ്റ് ക്വിക്ക്ലി എക്സ്പോസ് ഇറ്റ്. അല്ലെ നമുക്ക് നാളത്തെ ഒന്നും തൊടാൻ പോലും ഒക്കത്തില്ല. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്ന് അവൻ പറഞ്ഞതുകൊണ്ട്
പക്ഷെ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു. കേട്ടോ, നിങ്ങൾ നരകത്തിൽ പോകും, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ലെന്ന് യേശു പറഞ്ഞപ്പോൾ അവരതിനെ വ്യാഖ്യാനിച്ചതെന്നറിയാമോ? എടാ നമ്മൾ സ്വർഗത്തിലേ പോകത്തുള്ളൂ, കാരണം നമ്മൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഇനിയും പുള്ളി ആത്മഹത്യ വല്ലതും ചെയ്യാനായിരിക്കും. കാരണം യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ നരകത്തിലേ പോകൂ. അപ്പം ഇവരെങ്ങനെ എടുത്ത് നമ്മൾ സ്വർഗത്തിലേ പോകൂ, പുള്ളി ഇനിയും അങ്ങനെ വല്ലതും പോകുമായിരിക്കും. 7-ാം അധ്യായത്തിൽ ഇതുപോലൊരു കാര്യത്തിന് അവർ അന്നേരം വ്യാഖ്യാനിച്ചത് എന്താണെന്നറിയാമോ? മേ ബി ഈസ് ടോക്കിംഗ് in this way because he may be wanting to go to where the Jews have dispersed. യഹൂദന്മാർ ചിതറി പാർക്കുന്ന ഇടത്ത് വല്ലതും പോയി ഒളിക്കാൻ പോവുകയായിരിക്കും 7-ാം അധ്യായത്തിൽ. ഇവിടെ പറയുകയാണ് നമ്മൾ സ്വർഗത്തിലേ പോകും, പിന്നെ ഞാൻ വരുന്നിടത്ത് പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാനൊക്കത്തില്ല, ഇനിയും പാതാളത്തിൽ വല്ലതും ആയിരിക്കും. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇത്ര ബ്ലൈൻഡാണ് സെൽഫ് റൈച്ചസ് ആളുകൾ, ഇത്ര ബ്ലൈൻഡാണ്. നിങ്ങൾ ചിലരോട് സുവിശേഷം പറഞ്ഞ് നോക്ക്, നിങ്ങൾ തന്നെ ഓർത്തില്ല ഇത് എന്തോടെ ഇവന് മനസ്സിലാകത്തെന്ന്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. They won't understand. They choose not to understand. ഞാൻ അങ്ങനെ ചിലരെ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസവും ഞാൻ വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുള്ളി വളരെ വിദഗ്ധമായിട്ട് ഈ ടോപ്പിക് അങ്ങ് മാറ്റും. ആ മനുഷ്യൻ വളരെ രോഗിയാണ്, ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ നമ്മുടെ ചർച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് എന്നെ വലിയ ഇഷ്ടവുമാണ്, പക്ഷേ യേശുവിനെ അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നത് അത് വാണ്ട് പറയത്തില്ല. പുള്ളിയുടെ വലിയ സന്തോഷം എന്താണെന്നറിയോ? പാസ്റ്ററേ ഈ സഭയിൽ നിന്ന് പോകരുത്, കാരണം എനിക്ക് വല്ലതും പറ്റിയാൽ എന്നെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടടക്കണമെന്ന് ഞാനിരുന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. he chooses not to understand. വേറൊരു മനുഷ്യൻ ലോകത്തിൽ നിന്ന് അങ്ങനെ മാറ്റപ്പെട്ടു പോയി. ഞാൻ എൻ്റെ മകന് പോയി സുവിശേഷം പറഞ്ഞു, എല്ലാം ഇഷ്ടമാണ്. എൻ്റെ പാസ്റ്റർ വന്നല്ലോ, മോൻ വന്നല്ലോ, അയ്യോ നിങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് സന്തോഷമാണ്, എല്ലാം ഉണ്ട്. ജീസസിനെ അംഗീകരിക്കില്ല. They choose not to. I have seen such people. Self-righteous ആണ്. സ്തോത്രം. നമുക്കല്ലാതെ ജീവിക്കുക, അല്ലാതെ നേടാമെന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇതാണ് സെൽഫ് റൈച്ചസിൻ്റെ ബന്ധനം. നിങ്ങൾ നോക്കണം. വചനം പറയാൻ ചെന്നാലും ചിലർ വചനം പറയുക എന്ന് പറഞ്ഞാലും പിന്നെ ഇനി അങ്ങനൊക്കെ ജീവിച്ചു നോക്കും, അപ്പോൾ എന്തോ എല്ലാവരും, അതാണ് ബന്ധനം. ദൈവത്തിൻ്റെ വചനം എക്സ്പോസ് ചെയ്താൽ പോലും they choose not to understand. They reject it. That is a rebellion. ഇനി കർത്താവ് അതിന് 23-ാം വാക്യം അതിന് മറുപടി. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവരെന്തുവാ പറഞ്ഞത്? ഒരു പക്ഷേ തന്നെത്താൻ നമ്മളോട് വല്ലതുമായിരുന്നു. ഇപ്പം എന്നോടായിരുന്നു, ഞാൻ എന്തോ ബ്രദറെ അങ്ങനെ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ പിന്നെ വിശദീകരിക്കും. ആത്മഹത്യ എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഗ്രീക്ക് അങ്ങനെയല്ല. ഇത് കർത്താവ് ഈ വിഷയം തൊട്ടേ ഇല്ല. കർത്താവ് വന്നിരിക്കുന്നത് ഏതെങ്കിലും സൈഡിൽ കൂടെ പോകുന്ന ഒരു വിഷയം കയറി പിടിക്കാനൊന്നുമല്ല. ഹീസ് ട്രൈങ് ടു ഹെൽപ്പ് ദം. 23-ാം വാക്യത്തിൽ അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവൻ അല്ല. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ രണ്ടുപേരുടെയും ഒറിജിൻ വ്യത്യാസം, അതാ ഡെസ്റ്റിനേഷൻ വ്യത്യാസം. നിങ്ങൾ കീഴിൽ നിന്നുള്ളവൻ പറഞ്ഞാൽ ലോകത്തിൽ നിന്നുള്ളവരാ, ഞാൻ മേളിൽ നിന്നുള്ളവൻ. അന്തർലീനമായി കിടക്കുന്നൊരർത്ഥം പറയാം. നിങ്ങൾ മേളിൽ നിന്ന് ജനിച്ചാൽ ഞാൻ പോകുന്നിടത്ത് പോകാം. മനസ്സിലാകുന്നുണ്ടോ? Praise the Lord. Now you belong to the world and therefore you cannot come above. My origin is from above. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾക്ക് വരണമെങ്കിൽ യു ഹാവ് ടു ബി ബോൺ ഫ്രം അബവ്. അതാണ് ദ ന്യൂ ബർത്ത്. അല്ലാതെ ന്യൂ ബർത്ത് പെന്തിക്കോസിൽ ചേരുന്നതല്ല. ഇനി 24-ാം വാക്യം, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ കേൾക്കണം, ഞാൻ അങ്ങനെയുള്ളവരെന്ന് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു.
അപ്പം സ്വർഗത്തിൽ പോകാനുള്ള പോംവഴി കർത്താവ് പറയുക, ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കണം. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. ഒരാൾ അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ച്. I said therefore unto you that ye shall die in your sins. If you believe not that I am he, you shall die. അവിടെ if you believe not that I am he, ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ if you do not believe that I am period. അത് ഭയങ്കര കാര്യമാണ്. I am ego eimi എന്ന ആ പ്രയോഗം നിങ്ങൾക്കറിയാമല്ലോ. ജോൺസ് ഗോസ്പലിൽ കർത്താവിൻ്റെ ഐ ആം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ 7 എണ്ണമുണ്ട്. അതല്ലാതെ തന്നെ പലയിടത്തുണ്ട്. ഈ 8-ാം അധ്യായത്തിൽ വേറെയുമുണ്ട്. 58-ാം വാക്യം ഒന്ന് നോക്കി. 58-ാം വാക്യം. Jesus said to them, Truly, truly, I say to you, before Abraham was, I am. കണ്ടോ? Before Abraham was, I am. Ego eimi. യോഹന്നാൻ 6:35 I am the bread of life. യോഹന്നാൻ 8:12 I am the light of the world. യോഹന്നാൻ 10:7 I am the door. യോഹന്നാൻ 10:14 I am the good shepherd. പിന്നെ യോഹന്നാൻ 11:25-26 വാക്യങ്ങളിൽ I am the resurrection and life. യോഹന്നാൻ 14:6 I am the way, the truth and the life. യോഹന്നാൻ 15:1 I am the wine or the genuine wine. I am ego eimi എന്ന് പറഞ്ഞാൽ, പണ്ടൊരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ അങ്ങയുടെ പേരെന്താ? പുറപ്പാട് 3:14 ദൈവം വെളിപ്പെടുത്തി I am who I am. ആ ദൈവത്തിൻ്റെ നാമത്തെ മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ പുത്രനായി യേശു എടുത്തുകൊണ്ട് പറയാ I am. It proves the deity of Jesus Christ. ഭൂമിയിൽ കേവലം മനുഷ്യനായി മാത്രം ആരെങ്കിലും എടുത്താൽ ദൈവദൂഷണമാണ്. He is not simply a human being. He is the God man. Jesus is God in human flesh. നിങ്ങൾ ഞാൻ അങ്ങനെയുള്ളവരെന്ന് വിശ്വസിക്കായിക കൊണ്ട് you will die in your sins. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇനി മുൻപോട്ട് നമ്മൾ വായിക്കുമ്പോൾ 25-ാം വാക്യത്തിൽ ക്രൗഡ് ചോദിക്കുന്നു, കർത്താവിൻ്റെ ഫർദർ ഐഡൻറ്റിഫിക്കേഷനൊക്കെ ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് അതിന് ഉള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വരുമ്പോൾ 30-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ, ലെസൺ നൗ വെരി കെയർഫുള്ളി, മരണാനന്തര ജീവിതമാണ് നമ്മുടെ സബ്ജക്റ്റ്. ഫിസിക്കൽ ഡെത്ത് എല്ലാവർക്കും ഉണ്ട്. സ്പിരിച്വൽ ഡെത്ത് ദൈവത്തിൽ നിന്ന് കൂട്ടായ്മ സജീവമായി ഇല്ലാതിരിക്കുന്ന സ്ഥിതി. ആ സ്ഥിതിയിലാണ് ഫിസിക്കൽ ഡെത്ത് ഉണ്ടാകുന്നെങ്കിൽ നിത്യമായ മരണം. കർത്താവ് ഇതിനെ വെച്ചിരിക്കുന്ന പോം വഴിയാണ് ടു ബിലീവ് ഇൻ ദ ഡീറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നവർ പറഞ്ഞു, ഓക്കെ വി ബിലീവ്. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. അപ്പോൾ എവിടെ പോവര്? സ്വർഗത്തിൽ പോകുമെന്ന് നമ്മൾ ചിന്തിക്കും. 31-ാം വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി, ലിസൺ വെരി കെയർഫുള്ളി, യേശു ക്രിസ്തുവിൽ ദൈവമാണെന്ന് ഇവിടെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ആ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസം ആയിരിക്കണം എന്നറിയാമോ? യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ വിശ്വാസത്തിന് ആധാരമായ പ്രവൃത്തി ഉണ്ടായിരിക്കണം. A faith that does not lead you to discipleship is not genuine faith. It is superficial. എവിടെയാണ് വിഷയം? അല്ല നമ്മൾ ഓക്കെ ഇനി സ്വർഗത്തിൽ പോകും, എന്താ ഞാൻ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. റിയലി വിശ്വസിക്കുന്നെങ്കിൽ അവൻ്റെ ശിഷ്യനാകണം. ശിഷ്യത്തിലുള്ള എല്ലാ വചനവും യേശു പറഞ്ഞ മുഴുവനും അനുസരിക്കുന്നയാളാണ് ട്രൂ ഡിസൈപ്പിൾ. അവിടെ ആ ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യൻ. വാസ്തവമായി, അല്ലെത്തോസ് മത്തിറ്റസ്, ജെനുവിൻലി, ട്രൂലി യു വിൽ ബി മൈ ഡിസൈപ്പിൾ. ട്രൂ ഡിസൈപ്പിൾസേ സ്വർഗത്തിൽ പോകത്തുള്ളൂ.
I will tell you, Pentecostals will be shocked on that day. Really, I'll tell you. ഈ സകല രാഷ്ട്രീയവും കളിച്ച് സകല പാര്യം വെച്ച് ഈ പണിയായ പണി മുഴുവൻ കാണിച്ചേച്ച് you think they all are going to heaven? True disciples ആണ് നിത്യതയിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അങ്ങനെ യഥാർത്ഥമായി വിശ്വസിച്ച ആളിന് അനുസരണം ഉണ്ടായിരിക്കണം. അനുസരണമാണ് ആളിൻ്റെ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നത്. രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്, ഉപരിപ്ലവ വിശ്വാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസമുണ്ടെന്ന് ആൾ തന്നെ തന്നെത്താൻ ചതിക്കുക. യു ക്യാൻ ഡിസേൺ യുവർ സെൽഫ് നൗ. നിങ്ങൾ അനുസരിക്കുന്ന ഒരാളല്ലെങ്കിൽ ടെസ്റ്റ് ടു സീ വെദർ യു ആർ ഇൻ ഫെയ്ത്ത്. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യാനാണ് കൊരിന്ത് ലേഖനത്തിൽ പോൾ പറയുന്നത്. ഇത് വളരെ സീരിയസ് ആണ് ദൈവമക്കളെ. ഇപ്പോൾ 9 ആയതുകൊണ്ട് ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. We will continue tomorrow. God willing, I will speak about the resurrection also tomorrow. മരണാനന്തര ജീവിതത്തിൽ ബ്രീഫായിട്ട് 3 മരണത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ക്രിസ്ത്യൻ ലൈഫോട് ഞാൻ ചേർത്ത് പറയുന്നു. അതിനാണ് ഈ പോർഷനിൽ നിന്ന് പറയുന്നത്. വിശ്വാസം എന്നുള്ളത് ചുമ്മാ കൈവക്കിയതല്ല. അങ്ങനെ 10,000 ആളുകൾ സ്വയം ചതിവിലാണ്. ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിലായതുകൊണ്ട് വിശ്വാസം ഉണ്ടാകണമെന്നില്ല. വാസ്തവമായ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ, അബൈഡിങ് ഇൻ ദ വേർഡ്, കണ്ടിന്യൂസ്ലി ഒബേയിങ് ദ വേർഡ്, അതാണ് ട്രൂ ഡിസൈപ്പിൾ. അവരെ ചേർക്കാനാണ് യേശു വരുന്നത്. അങ്ങനെയുള്ളവർ മരിച്ചാലാണ് നിത്യതയിൽ കർത്താവിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾ എന്നെ നോക്കി പറയും, പാസ്റ്റർ ദിസ് ഇസ് വെരി ഹാർഡ് ട്രൂത്ത്. ഡോണ്ട് ടെൽ മീ ജീസസ് സ്പോക്ക് ദിസ്. യേശുവിൻ്റെ വചനമാണ് ഡയല്യൂട്ട് ചെയ്യാതെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. യേശു ഈ സുവിശേഷം പറഞ്ഞത് അല്ല. ഇന്ന് കേൾക്കുന്നത് കം ആസ് യു ആർ, ജസ്റ്റ് ഷോ യുവർ ഹാൻഡ് അപ്പ് ആൻഡ് വി ആർ ഓൾ ഗോയിങ് ടു ഹെവൻ. ദിസ് ഇസ് നോട്ട് ദ ഗോസ്പൽ. ഗോസ്പലിനകത്തൊരു ഡിമാൻഡുണ്ട്. ഡിമാൻഡ് ശിഷ്യരാകാനാ, തന്നെത്താൻ ത്യജിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഡോണ്ട് ഫൂൾ യുവർ സെൽഫ്. കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഈ അല്പ ആയുസ് കർത്താവിന് സമർപ്പിച്ച് നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.